വേറൊരാള്. ഹലോ, ഹായ്, വെൽക്കം എവരി വൺ. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടത്? എല്ലാവർക്കും പച്ച മലയാളത്തിൽ, നമ്മൾ മലയാളത്തിന്റെ ക്ലാസ് ആണല്ലോ, എല്ലാവർക്കും സുസ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികൾക്കൊക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോ ചില സ്കൂളിലെ കുട്ടികളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മള് പരസ്പരം സംസാരിക്കുകയും 3 മണിക്കൂറൊക്കെ ആയിട്ട് നമ്മളെല്ലാരും സംവദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇനിയും കാണാൻ കിടക്കുന്ന ഒരുപാട് സ്കൂളും കാണാത്ത കുറെ സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോ നമ്മള് നമ്മളെ കഴിഞ്ഞ ക്ലാസ്സില്, ഞാൻ ക്ലാസ്സിലെ മലയാളം സെക്കൻഡിന്റെ ഒന്നാമത്തെ യൂണിറ്റ്, നമ്മൾ അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങള്, ഉത്തരങ്ങള്, എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങള്, അങ്ങനെ പലതരത്തില് നമ്മള് അതൊക്കെ പഠിക്കുകയും വീണ്ടും ഇപ്പോ ചില സ്കൂളുകളിലൊക്കെ വന്ന സമയത്ത് അവിടെയും ഈ ചോദ്യങ്ങളും അതല്ലാത്തതൊക്കെ റിപ്പീറ്റ് ചെയ്ത് നമ്മള് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അല്ലെ, നിങ്ങളൊക്കെ മനസ്സിലുണ്ടാവും, നിങ്ങളൊക്കെ ഓർത്ത് വെക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ തന്നെ ആവും വേണം. എല്ലാവരും നന്നായി പിടിക്കണം. ഞാന് ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മുടെ സ്കൂളുകളിൽ വരുന്ന സമയത്തൊക്കെ നിങ്ങളോട് പറയാറുള്ളത് പോലെ, നമ്മൾ ഇതിന്റെ ഒരു USS കിട്ടുക, നാട്ടിൽ ഫ്ലക്സ് വരിക എന്നുള്ളത് മാത്രമല്ല നമ്മളെ ലക്ഷ്യം. നമുക്ക് അതിന്റെ സ്കോളർഷിപ്പും തുടർന്ന് അങ്ങോട്ട് സ്കൂളിൽ മാത്രമല്ല, അതിന്റെ ശേഷമുള്ള നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും നമുക്ക് ഇങ്ങനെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിനെ, നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് സഹായിക്കാൻ പറ്റും. അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാതെ, അവരെ ബുദ്ധിമുട്ടിക്കാതെ, നമ്മള് സർക്കാർ അനുവദിക്കുന്ന ഒരുപാട് ഫണ്ടുകൾ ഈ തരത്തിലുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയെങ്കിലും നേടിയെടുത്ത് ഒരു സ്വയം പര്യാപ്തത എന്ന് പറയല്ലോ, നമ്മളൊക്കെ മലയാളത്തിലെ കുട്ടികളാണ്, മലയാളം USSന്റെ ക്ലാസ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്വയം പര്യാപ്തത നമ്മുടെ പഠനത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ നേടിയെടുക്കാൻ നമുക്ക് അതിനുള്ളൊരു പ്രചോദനം, അതിന്റെ ഒരു തുടക്കം ആവണം ഈ USSന്റെ ക്ലാസ്സും, അതുപോലെ USS പരീക്ഷയും. അതിൽ നിങ്ങളുടെ ഒക്കെ ഈ ക്ലാസ്സിന് പങ്കെടുത്ത നമ്മള് ഓഫ്ലൈൻ ആയിട്ട് ഏതൊക്കെ സ്കൂളിൽ വന്ന് ഞാൻ ക്ലാസ് എടുത്തോ, നമ്മൾ പരസ്പരം സംസാരിച്ചോ, ആ കുട്ടികൾക്കൊക്കെ USS കിട്ടട്ടെ. ആ നിങ്ങളുടെ എല്ലാവരുടെയും USS കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളുടെ തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിനുള്ള വലിയൊരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈശ്വരനോടൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ, ജീവൽ സ്പന്ദങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാം യൂണിറ്റ്. അതില് ഏതൊക്കെയായിരുന്നു? കൊച്ചനുജൻ, അശ്വതി, ഒക്കെ നമ്മള് അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്നുള്ള KP കേശവമേനോന്റെ ആത്മകഥാപരമായിട്ടുള്ള ഒരു ചെറിയൊരു പോർഷൻ, അതൊക്കെ നമ്മൾ വായിച്ച് അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങള്, പിന്നെ കുറച്ച് ജനറൽ ചോദ്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അങ്ങനെ ഒരുപാട് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു 10-25 ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ അത്രയും ചോദ്യങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പൊ വെറും ചോദ്യങ്ങൾ മാത്രം ആയാൽ പോരല്ലോ. ആ ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് തിരിച്ചു മറുപടികൾ പറയാനുണ്ടാവും. അതൊക്കെ തീർച്ചയായും കുട്ടികളൊക്കെ ഈ കോമന്റ് സെക്ഷനിലൂടെ നിങ്ങൾ കമന്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യണം. അപ്പൊ അങ്ങനെ അങ്ങനെ നമുക്ക് ഒരുപാട് സമയം മിസ്സാവും. സമയം മിസ്സാവല്ല, നമ്മളെ സമയം പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോവും. അപ്പൊ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയം ഉണ്ടാവില്ല. മാക്സിമം ഒരു മണിക്കൂറിൽ ഒരു 25 ചോദ്യമൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. വെറും ഒരു ചോദ്യം ചോദിക്കുക, അതിന്റെ ഉത്തരം വരാം, എന്നാ പോട്ടെ അടുത്തത്. ആ രീതി ശരിയല്ലല്ലോ. നിങ്ങളുടെ മനസ്സില്, നിങ്ങളുടെ തലച്ചോറില്, നിങ്ങളുടെ ഹൃദയത്തിലൊക്കെ എപ്പോഴും ഈ ചോദ്യങ്ങളും അതിന്റെ ഉത്തരമൊക്കെ വേണം. അപ്പൊ അതിനു വേണ്ടി ചിലപ്പോ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി എന്തെങ്കിലും കുറുക്ക് വഴികളൊക്കെ പറയുമല്ലോ. അങ്ങനെ അങ്ങനെ സമയം പോകും. ഇപ്പൊ ഒന്നും വെറുതെ അല്ല. ഇതൊക്കെ എങ്ങനെങ്കിലും USS നേടിയെടുക്കുക. നിങ്ങൾ എങ്ങനെങ്കിലും ഇത് പാസ്സാവണം എന്നുള്ള സന്തോഷ വാർത്ത, ആയി എന്നുള്ള സന്തോഷ വാർത്ത കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം ഈ ഓരോരോ ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് മുന്നോട്ട് പോവാം അല്ലെ. എല്ലാവരും കമന്റ് സെക്ഷനിലൊക്കെ വന്നിട്ട് കുറെ ആൾക്കാർ എത്തി, കുറെ ആൾക്കാർ ഹായ്, കുറെ ആൾക്കാർ ഹലോ, കുറെ സാറേ എന്നൊക്കെ വിളിച്ചിട്ട് പലതരത്തിലാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. 10-200 ആൾക്കാർ വന്നിട്ട് നമ്മളങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ പാഠം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചിറകുള്ള ചിത്രങ്ങൾ എന്ന് പറയുന്നിടത്ത് ആ ഒരു ഏരിയയിൽ അരങ്ങുണരുന്നു എന്ന് പറഞ്ഞിട്ട് CV ബാലകൃഷ്ണന്റെ അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു അനുഭവം നാടകവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ നാട്ടില് നാടകക്കാലം, പണ്ടത്തെ ഒരു നാടകക്കാലൊക്കെ ഓർമ്മിപ്പിക്കണ
ഒരു ചെറിയൊരു അനുഭവം അദ്ദേഹം ഇങ്ങനെ പറയുന്നതാണല്ലോ ഒന്നാമത്തെ പാഠത്തില്. രണ്ടാമത്തെ പാഠം നമുക്കറിയാം ഒരു മനുഷ്യൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥയാണ് ഒരു മനുഷ്യൻ. ഒരു മനുഷ്യൻ എന്നുള്ളത് ആ കഥന്റെ തലക്കെട്ടന്നെ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതാണ്. പിന്നെ പീച്ച് പൂന്തോട്ടം, അക്കിര കുറസോവന്റെ ഡ്രീംസ് എന്ന് പറഞ്ഞ സീരീസ് ഓഫ് ഫിലിംസിലെ മൂവീസിലെ ഒരു പീച്ച് പൂന്തോട്ടം എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം നമ്മുടെ പാഠഭാഗത്ത് നദീം നൗഷാദ് എന്ന് പറയുന്ന പ്രശസ്തനായ എഴുത്തുകാരൻ അത് നിങ്ങൾക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് തർജ്ജമ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഈ ഭാഗത്ത് വരുന്ന ഒന്നാമത്തെ പാഠവുമായി ബന്ധപ്പെട്ടിട്ട് അത് സി വി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ കഥാകൃത്ത്, നോവലിസ്റ്റ്, സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നൊക്കെ ആള് പ്രശസ്തനായ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചെറിയൊരു ആത്മകഥാപരമായ ഒരു കുറിപ്പായതുകൊണ്ട് തന്നെ അതും നാടകവുമായി ബന്ധപ്പെട്ട കുറിപ്പായതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വരുന്ന മിക്ക ചോദ്യങ്ങളും നാടകവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. നാടക ഗാനങ്ങള്, നാടക ഗാനം എഴുതിയ ആള്, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ആ ഭാഗത്ത് ഉണ്ടാവുക. പിന്നെ രണ്ടാമത്തെ പാഠം ബഷീറിനെ കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും വരും. പിന്നെ അതുപോലെ ബഷീറിന്റെ മറ്റു പുസ്തകങ്ങളെ കുറിച്ച് അങ്ങനെ പലതരത്തിൽ ബഷീറാവുമ്പോൾ പലതും ചോദിക്കാനുണ്ടല്ലോ. അപ്പൊ ആ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരിക. പിന്നെ പീച്ച് പൂന്തോട്ടം എന്ന് പറയുമ്പോൾ അക്കിര കുറസോവ എന്നുള്ള ലോക സിനിമയിൽ അറിയപ്പെട്ട ആ ചക്രവർത്തി എന്നൊക്കെ പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങള്, സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങള്, ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഏരിയയിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ മലയാളത്തിന്റെ ക്ലാസ് അതാ നിങ്ങള് സ്ക്രീനിൽ നിങ്ങളൊക്കെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. മലയാളത്തിന്റെ ക്ലാസ് നമുക്ക് തുടങ്ങാം അല്ലെ? അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒന്നാമത്തെ പാഠം അരങ്ങുണരുന്നു സി വി ബാലകൃഷ്ണൻ അല്ലെ? അതാ നിങ്ങളെ സ്ക്രീനിൽ ആരാണ് ഈ ആള് എന്നുള്ള ഫോട്ടോ ഒക്കെ സഹിതമാണ് നമ്മളെ ക്ലാസ് ഉള്ളത്. അപ്പം സി വി ബാലകൃഷ്ണന്റെ അരങ്ങുണരുന്നു എന്നുള്ള പാഠം. ഇനി സി വി ബാലകൃഷ്ണനെ കുറിച്ച് ഇദ്ദേഹം ആരാണ്? നോക്കൂ, മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ ചെറുകഥാകൃത്തും നോവലിസ്റ്റും തിരക്കഥാകൃത്തുമാണ് സി വി. സി വി എന്ന് പറഞ്ഞ സി വി ബാലകൃഷ്ണൻ. ഒരുപാട് ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുണ്ട്. അതേസമയം ഒരുപാട് സിനിമക്ക് തിരക്കഥ എഴുതിയ വ്യക്തിയും കൂടെയാണ്. പിന്നെ ആത്മാവിന് വളരെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ന നോവലിന് 2000-ലെ മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അപ്പൊ 2000-ലെ കേരള സാഹിത്യ അക്കാദമിന്റെ ഏറ്റവും മികച്ച നോവലിനുള്ള പുരസ്കാരം കിട്ടിയത് ഏതാണ്? സി വി ബാലകൃഷ്ണന്റെ ആത്മാവിന് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ന നോവലിനാണ്. അപ്പൊ അതെല്ലാരും ഓർത്തു വെക്കണം. നമ്മുടെ നമ്മുടെ ചോദ്യാവലിയിലും അതുണ്ടാവും. അതുപോലെ USSന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യം ആവർത്തിച്ച് വരാൻ സാധ്യതയുണ്ട്. അടുത്തെന്താണ്? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ ചിലപ്പോ ഇത് ഇങ്ങനെ പറയണ എന്തിനാ? നിങ്ങൾ സൂചനകളിൽ നിന്നും എഴുത്തുകാരനെ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് ചോദ്യം വരും. അപ്പൊ കണ്ണൂർ ജില്ലയിൽ ജനിച്ചു. പിന്നെ 2000-ലെ മികച്ച നോവലിനുള്ള അവാർഡ് കിട്ടി അല്ലെങ്കിൽ പുരസ്കാരം ലഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ കണ്ണൂർ ജില്ലയിൽ ജനിച്ച് ഇപ്പൊ ആരെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചത് നിങ്ങൾ ആലോചിക്കും. അപ്പൊ നോക്കുമ്പോൾ ടി പത്മനാഭനും കണ്ണൂർ ജില്ലയിൽ ജനിച്ച ആളാണ്. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടി പത്മനാഭൻ നോവൽ എഴുതിയിട്ടില്ല, കഥ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നുള്ള പോയിന്റ് ഓർമ്മയില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ചിലപ്പോൾ സി വി ബാലകൃഷ്ണൻ എന്നുള്ള പേര് എഴുതുന്നതിന് പകരം ടി പത്മനാഭൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ടിക്ക് ചെയ്യും. അപ്പൊ അത് തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണൂർ ജില്ലയിൽ ഇദ്ദേഹം ജനിക്കുന്നത് പയ്യന്നൂരിലാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ആ, ഇങ്ങനെയുള്ള ഒരുപാട് പോയിന്റുകൾ നമ്മൾ വ്യത്യസ്ത പോയിന്റുകൾ ഇദ്ദേഹത്തെ കുറിച്ച് കൊടുക്കും. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് ഒരിക്കലും മാറിപ്പോവരുത്. ആരെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത് എന്നുള്ളത് മാറരുത് കേട്ടോ. പിന്നെന്താ ഉള്ളത്? ആയുസിന്റെ പുസ്തകം. ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് ഇത്. മറ്റു ഭാഷകളിലേക്കൊക്കെ തമിഴ് പോലത്തെ കേരളത്തിന് പുറത്തുള്ള ഭാഷകളിലേക്കൊക്കെ തർജ്ജമ ചെയ്യപ്പെട്ടു, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പുസ്തകമാണ് ആയുസിന്റെ പുസ്തകം. അതുപോലെ പരൽമീൻ നിന്നുന്ന പാഠം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി പരൽമീൻ നീന്തുന്ന പാഠം, ഈ പുസ്തകം 2014-ലെ മികച്ച ജീവചരിത്രത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിന്റെ പുരസ്കാരം കിട്ടി. 2000-ൽ ഇദ്ദേഹത്തിന്റെ ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കാണ് ഏറ്റവും മികച്ച നോവലിനുള്ള അവാർഡ് കിട്ടിയത്. 2014-ല് അവിടുന്ന് ഒരു 14 കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥാപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവചരിത്രം പുസ്തകത്തിനാണ് പരൽമീൻ നീന്തുന്ന പാഠം. ആ പുസ്തകത്തിനാണ് 2014-ല് ഏറ്റവും നല്ല ജീവചരിത്രം ഗ്രന്ഥം എന്ന അവാർഡ് കിട്ടിയത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഓർമ്മയിൽ വേണം. ഇനി 2013-ൽ ഇദ്ദേഹത്തിന് കിട്ടിയ മറ്റു അവാർഡുകളെ കുറിച്ചാണ് പറയുന്നത്. 2013-ൽ ഇദ്ദേഹത്തിന് മുട്ടത്ത് വർക്കി അവാർഡ് കിട്ടി. അതുപോലെ തൊട്ടടുത്ത വർഷം 2014-ൽ തന്നെ പത്മപ്രഭ പുരസ്കാരം അതും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ചോദ്യങ്ങളിലേക്ക് കടക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മുടെ ഈ പാഠം അദ്ദേഹത്തിന്റെ ഒരു നാടകം
കാണാൻ പോയ അല്ലെങ്കിൽ നാടകവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും ഉണ്ടായ ഒരു ചെറിയൊരു അനുഭവക്കുറിപ്പാണ് ഈ പാഠം. അതുകൊണ്ട് തന്നെ നാടകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്നും ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്നാമത്തെ നമ്മളെ ചോദ്യം തന്നെ എന്താണ്? നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന വരികൾ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. അത് ഒരു പാട്ടാണ്. രണ്ടാമത്തെ വേറെ പാട്ട് നോക്കൂ. ചക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന ഒരു പാട്ടുണ്ട്. സിനിമാ പാട്ട് നമ്മളൊക്കെ കേട്ടതാണ്. അപ്പൊ ഇതാദ്യം നാടകകാരനായിട്ട് എഴുതിയ പാട്ടുകളാണ് ഇത് രണ്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഈ പാമ്പുകൾക്ക് മാളമുണ്ട് എന്നുള്ളതും ചക്കരപ്പന്തലിൽ നിന്നുള്ള ഈ തുടങ്ങിയ നാടക ഗാനങ്ങൾ രചിച്ചത് ആരാണ്? അപ്പൊ അതിന്റെ ഓപ്ഷൻസ് നോക്ക്. ഒന്ന് ONV കുറുപ്പാണ്. ഒരുപാട് നാടകങ്ങൾക്കും സിനിമക്കും പാട്ട് എഴുതിയ ആളാണ് ONV കുറുപ്പ്. റഫീഖ് അഹമ്മദ് നമുക്കറിയാം, ഒരുപാട് സിനിമകൾക്കൊക്കെ പാട്ട് എഴുതിയ ആളാണ്. വയലാർ രാമവർമ്മ ഒരുപാട് കവിതകൾ എഴുതി, ഒരുപാട് സിനിമാ പാട്ടുകൾ എഴുതി, ഒരുപാട് നാടകഗാനങ്ങൾ എഴുതി. അതുപോലെ വീരാൻകുട്ടി ഒരുപാട് അദ്ദേഹത്തിന്റെ കവിതകൾ നമ്മളൊക്കെ സ്കൂളുകളിലും സിലബസിലും അല്ലാതെയൊക്കെ വായിക്കണതും പഠിക്കണതും ഒക്കെയാണ്. അപ്പോ ഇത് എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ഓരോ ചോദ്യം വരുമ്പോഴും എല്ലാ ആളുകളും എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ ദാ ഒരുപാട് ആൾക്കാര് ഇങ്ങനെ തുരുതുരാ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും വയലാർ എന്ന് എഴുതിയിട്ടുണ്ട്, കുറെ ആൾക്കാർ ഓപ്ഷൻ സി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കുക. അപ്പൊ ദാ വയലാർ എന്നും സി എന്നും എഴുതിയ ആൾക്കാർ കണ്ടോളൂ. നിങ്ങൾ എഴുതിയ ഉത്തരം വളരെ ശരിയാണ്. ഓപ്ഷൻ സി, വയലാർ രാമവർമ്മയാണ് ഈ പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ മറക്കാതെ ഓർമ്മിച്ച് വെക്കുക, നിങ്ങൾ കുറിച്ച് വെക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആളുകളും നിങ്ങളെ മുമ്പിൽ കൃത്യമായിട്ട് ഒരു USSന്റെ ഒരു നോട്ട് ബുക്ക് അല്ലെങ്കിൽ ഡയറി എന്തെങ്കിലും നിങ്ങളെ കയ്യിൽ വേണം. എന്നിട്ട് നമ്മുടെ ഓരോ ചോദ്യങ്ങളും പ്രത്യേകം നോട്ട് ചെയ്ത് അതിന്റെ ഉത്തരം എഴുതി അങ്ങനത്തെ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. അതിങ്ങനെ എഴുതുമ്പോ എന്താണെന്നറിയോ? നമുക്കിങ്ങനെ ഓർമ്മ ഉണ്ടാവും. മുമ്പ് ഞാൻ എഴുതിയതല്ലോ എന്നുള്ളൊരു നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ തലച്ചോർക്ക് ഈ സാധനം ഇങ്ങനെ കടന്നു വരും. നമ്മൾ എഴുതാതെ അത് വെറുതെ വായിച്ച് കാണാതെ പഠിച്ചു പോയതാണെങ്കിൽ ചിലപ്പോ ചില ആളുകൾക്ക് അതും ഓർമ്മ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവും. പക്ഷെ അതല്ലാതെ രേഖപ്പെടുത്തി വെക്കുക. എഴുതി വെക്കുന്ന ആളുകൾക്ക് എന്തായാലും കൃത്യമായിട്ട് എഴുതി വെച്ചതാണല്ലോ എന്നുള്ള ഇപ്പൊ പണ്ടൊക്കെ സ്കൂളില് ഒക്കെ അങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ തരൂലേ നമ്മളെ അധ്യാപകര്. എന്തിനാ? എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് കിട്ടാതായുള്ള ഉത്തരം 50 വട്ടം അത് എഴുതി കൊണ്ടുവാ. നാളെ അങ്ങനെ എഴുതി കൊണ്ടുവരാനൊക്കെ പറയും നമ്മളോടൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിലും അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ഗുണം എന്താന്ന് വെച്ചാല് ഒരു വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കിന്റെ അർത്ഥം നമുക്ക് അവര് ചോദ്യം ചോദിക്കുന്ന സമയത്ത് കിട്ടാതാവുമ്പോൾ നമ്മളോട് അതൊരു 25 വട്ടോ അല്ലെ 30 വട്ടം ഒക്കെ ആവർത്തിച്ച് എഴുതി കൊണ്ടുവരാൻ പറയുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ പിന്നെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും നമ്മള് ഇഷ്ടത്തോടായിരിക്കൂല അത് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവുക. എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആ വാക്ക് മറക്കൂല. അത് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം മറക്കൂല. അത് ഉറപ്പാണ്. അപ്പൊ അതുപോലെ നമ്മൾ എഴുതി വെക്കുക, രേഖപ്പെടുത്തി വെക്കുക എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങള് ഈ സംഭവങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുന്നതോടുകൂടി നിങ്ങളൊരു നോട്ട് ബുക്കിൽ മാത്രമല്ല അത് എഴുതി വെക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലാണ്, അതേസമയം നിങ്ങളുടെ തലച്ചോറിലും കൂടെയാണ്. 3 സ്ഥലത്താണ് നിങ്ങൾ ഒരേ സമയം ഒരു സംഗതി എഴുതി വെക്കുന്നതുകൊണ്ട് ഉണ്ടാവണം അത് രേഖപ്പെട്ട് കിടക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ അത് എഴുതി വെക്കണം കേട്ടോ. അങ്ങനെ തന്നെ ആവണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം. നോക്കൂ, നമ്മളെ പാഠഭാഗത്തുള്ള ഒരു വാക്യം, ഒരു സെന്റൻസ് കൊടുത്തുകയാണ്. എന്നിട്ട് അതിൽ നിന്നുള്ള ഒരു വാക്കിനെ പറ്റിയാണ് ചോദ്യം. ശ്രീരാമനായ മാഷും സീതയായ നടനും സംഭ്രമം കൊള്ളുന്നതിനിടയിൽ ഒരു നാടൻ കർഷകനായ ഹനുമാൻ ദുരിശത്തിൽ നിഷ്ക്രമിച്ച് സ്വർണവർണ്ണമുള്ള കടലാസ് ചുറ്റിയ ഗദയുമായി തിരിച്ചെത്തി. അടിവരയിട്ട പദത്തിന് സമാനമായ അർത്ഥമുള്ള പദം ഏത്? ഇവിടെ അണ്ടർലൈൻ ചെയ്തത് കണ്ടല്ലോ. ദുരിശത്തിൽ നിന്നുള്ള ഒരു വാക്കാണ്. അപ്പൊ അതിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ വാക്കിനോട് സമാനമായിട്ടുള്ള അതിന്റെ അതേ അർത്ഥം വരുന്ന വേറെ ഏത് വാക്കാണ് താഴെ കൊടുത്ത ഓപ്ഷൻസിലുള്ളത്? അപ്പൊ നോക്കൂ, നിങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാവരും കുട്ടികള് ഇതിന്റെ മറ്റിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് എല്ലാവരും ഉത്തരം. ഒന്ന് സാവകാശത്തിൽ, എ കൊടുത്തത് സാവകാശത്തിലാണ്, ബി വേഗത്തിൽ, 3 ഓപ്ഷൻ സി ദേഷ്യത്തില്, ഓപ്ഷൻ ഡി ദുരിതത്തിൽ. അപ്പൊ ഇതിൽ ഏതാണ്? ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർ ബി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന് ഉത്തരം പോയി നോക്കാം. സാവകാശത്തിലാണോ, വേഗത്തിലാണോ, ദേഷ്യത്തിലാണോ, ദുരിതത്തിലാണോ? നമുക്ക് എന്നാ പെട്ടെന്ന് തന്നെ അതിന്റെ ഉത്തരത്തിലേക്ക് പോയി നോക്കാം. അതെ, ഉത്തരം വളരെ കൃത്യമാണ്. പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിലാണ് വേഗത്തിൽ. ഇപ്പൊ വേഗത്തിൽ അദ്ദേഹം പുറത്തുപോയി സ്വർണ്ണ നിറമുള്ള ഇത് എടുത്തു വന്നു എന്നാണ് അർത്ഥം.
പിന്നെ നമുക്ക് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയി നോക്കാം. നോക്കൂ, നാലണക്ക് പാങ്ങില്ലാത്തതിനാൽ ഞാൻ കൊട്ടകയിലേക്ക് കയറിയത് കൊളുത്തില്ലാത്ത ഒരു ജനൽ പഴുതിലൂടെയാണ്. അടിവരയിട്ട പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? നാലണക്ക് പാങ്ങില്ലാത്തതിനാൽ. പാങ്ങ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ നിങ്ങള്? അങ്ങനെ സ്ഥലമുണ്ട് മലപ്പുറം ജില്ലയിൽ, പാങ്ങ് ചേണ്ടി എന്നൊക്കെ പറയും. ആ പാങ്ങല്ലത് കേട്ടോ. അപ്പൊ ഇവിടെ പാങ്ങില്ലാത്തതിനാൽ എന്ന് പറഞ്ഞ, പാങ്ങ് എന്ന് പറഞ്ഞാൽ, പാങ്ങില്ല എന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിന്റെ ഉത്തരപദം അപ്പൊ തന്നെ കുറെ ആൾക്കാർ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാ. എന്നിട്ട് നോക്കട്ടെ ആരെങ്കിലും തെറ്റിച്ച ആരെങ്കിലും, കാരണം ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന കമന്റുകളൊക്കെ ശരിയാണ്, കൃത്യം ഉത്തരാണ് എല്ലാരും ചെയ്യുന്നത്. ആരെങ്കിലും തെറ്റിച്ച് കമന്റ് ചെയ്യുന്നുണ്ടോ നോക്കണം നമുക്ക്. അപ്പൊ നോക്കുക, ഒന്നാമത്തെ ഓപ്ഷൻ എ എന്താണ്? കഴിവില്ലാത്തതിനാൽ. ഓപ്ഷൻ ബി ബുദ്ധി ഇല്ലാത്തതിനാൽ. ഓപ്ഷൻ സി ശക്തി ഇല്ലാത്തതിനാൽ. ഓപ്ഷൻ ഡി ക്ഷമയില്ലാത്തതിനാൽ. അപ്പൊ കഴിവില്ല എന്നാണോ, പാങ്ങില്ല എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ബുദ്ധി ഇല്ല എന്നാണോ, ശക്തി ഇല്ല എന്നാണോ, ക്ഷമ ഇല്ല എന്നാണോ? എന്താണ് ഉത്തരം? നമുക്ക് പോയി നോക്കാം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, കഴിവില്ലാത്തതിനാൽ. അപ്പൊ പൈസക്ക് അങ്ങനെ 4 അണ കൊടുത്തിട്ട് ഒന്നും നാടകം കാണാനുള്ള കഴിവില്ല ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാനും എന്റെ സുഹൃത്തും കൂടെ എന്ത് ചെയ്തത്, കൊട്ടകയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ കൊട്ടകയിലേക്ക് ആ ജനലിനുള്ളിൽ കൂടെ കടന്നുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം. നോക്കൂ, പഴയ കാലത്തെ നാടകാവതരണത്തിൽ പെട്രോമാക്സ് ആണ് ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുന്നല്ലോ. അന്ന് ഈ പാഠത്തിൽ തന്നെ ഉണ്ടല്ലോ. പെട്രോമാക്സ് ഉപയോഗിച്ചിട്ടാണ് നാടക രംഗത്ത് ഇന്നത്തെ നമ്മൾ വലിയ ലൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം പെട്രോമാക്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ആ കാലത്ത്, പഴയ കാലത്ത് കഥകളിയിൽ വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഇത് മുൻ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻസ് നോക്കൂ. ഒന്ന് നിലവിളക്ക്, രണ്ട് മണ്ണെണ്ണ വിളക്ക്, മൂന്ന് പെട്രോമാക്സ് തന്നെയാണ് കഥകളിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ചൂട്ട്, ആരെങ്കിലൊക്കെ ചൂട്ട് കത്തിച്ചതോ, അല്ലെങ്കിൽ കത്തിച്ച് വെച്ച തൂക്കിയിടുന്ന ചൂട്ടാണോ അതാണോ, അല്ലെങ്കിൽ നിലവിളക്കാണോ കത്തിച്ച് വെക്കാറ്, അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് തന്നെയാണോ? കഥകളിക്ക് എന്തായിരുന്നു വെളിച്ചത്തിന് പകരം, വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കാം അല്ലെ, നമുക്ക് ഉത്തരം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിളക്ക് എന്ന് എഴുതുന്ന ആൾക്കാരുണ്ട്. ആരോ ബി എന്ന് ഉത്തരം എഴുതിയിട്ടുണ്ട്. മണ്ണെണ്ണ വിളക്കാണ് ഉപയോഗിച്ചതെന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പൊ നോക്കാം നമുക്ക് ഉത്തരം. ഉത്തരം മണ്ണെണ്ണ വിളക്കല്ല, നിലവിളക്കാണ്. നടക്കരുത്, നിലവിളക്കാണ്. ഓപ്ഷൻ എ ആണ് അതിന്റെ ശരി ഉത്തരം. അപ്പൊ നോക്കൂ, നമുക്ക് അടുത്ത നമ്മുടെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, പരൽമയം നീന്തുന്ന പാടം ആരുടെ ആത്മകഥയാണ്? നിങ്ങളിപ്പോ ഇങ്ങനെ വിചാരിക്കണ്ടാവും, ഇതൊക്കെ എന്തിനാ ഞങ്ങൾ ആ പാടത്തിന്റെ ഈ പേരന്നെ ഇങ്ങനെയൊക്കെ അല്ലേ, അതിന് തന്നെ ഞങ്ങൾക്ക് എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരനൊക്കെ മനസ്സിലാവില്ല, പിന്നെ പോയി ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ഈ സമയത്ത് നമ്മളിപ്പോ ഈ മലയാളത്തിന്റെ മലയാള സെക്കൻഡിലെ രണ്ടാമത്തെ മൊഡ്യൂള്, രണ്ടാം യൂണിറ്റ്, ആ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠത്തിലെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിങ്ങളോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ നിങ്ങളെ മനസ്സിൽ ആദ്യമേ ഉണ്ട് ഇത് CV ന്റെ പരൽമയിൽ നീന്തുന്ന പാഠം, ആ പാഠവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹത്തിന്റെ അരങ്ങുണരുന്നു എന്നുള്ള പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഒന്നുകിൽ അദ്ദേഹത്തെ കുറിച്ചോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചോ, അദ്ദേഹത്തിന്റെ പാഠത്തിലെ ഏതെങ്കിലും വരികളെ കുറിച്ചോ ആണ് നിങ്ങളെ മനസ്സിൽ ആദ്യേ ഉണ്ട്. അതുകൊണ്ട് എല്ലാത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ ചോദ്യം വേറെ അപ്പുറം ഇപ്പുറമൊന്നും ഇല്ലാതെ നേരെ നിങ്ങളുടെ USSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം വരികയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പാഠത്തുനിന്ന് നിങ്ങൾക്ക് ഉത്തരം ഈ സാഹചര്യത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം അറിയുന്ന ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും ഇത്ര ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ എന്തിനാ ഈ സാറ് പിന്നെ പിന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് വിചാരിക്കേണ്ട. മനസ്സിലായോ? USSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം കാണുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പരൽമയിൽ നീന്തുന്ന പാഠം ഇത് ആരുടെ ആത്മകഥയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരൊക്കെ ആത്മകഥ പഠിച്ചിട്ടുണ്ട്? ഒരുപാട് ആൾക്കാർ ആത്മകഥ വായിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇപ്പൊ KP കേശവമേനോന്റെ ആത്മകഥ പഠിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥന്റെ പേരെന്തായിരുന്നു? ഇനി സീവിന്റെ ആത്മകഥ ഉണ്ടല്ലോ, അപ്പൊ ഇതിന്റെ പേരെന്താ? അങ്ങനെ ഈ ആരൊക്കെ ആത്മകഥകൾ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ, വൈക്കം ബഷീറിനെ പറ്റി പഠിച്ചു, ടി പത്മനാഭനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഈ ആളുകളൊക്കെ ആത്മകഥ എഴുതിയിട്ടുണ്ടോ? അവരുടെയൊക്കെ ആത്മകഥയുടെ പേരെന്താ? അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ആ സമയത്ത് നമുക്ക് ഉണ്ടാവും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ചോദ്യ രൂപത്തിൽ തന്നെ ഈ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്ക, പരൽമയിൽ നീന്തുന്ന പാഠം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ എ ടി പത്മനാഭൻ, ഓപ്ഷൻ ബി ഇടശ്ശേരി, ഓപ്ഷൻ സി CV ബാലകൃഷ്ണൻ, ഓപ്ഷൻ ഡി ആരാണ്? ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ നമുക്ക് നോക്കാം ഇതില് ഇത് ആരുടെ ഉത്തരം, ശരി ഉത്തരം പോയി നോക്കാം. ഓപ്ഷൻ
ആൻസർ ഓപ്ഷൻ സി ആണ്. CV ബാലകൃഷ്ണന്റെ അതാണ് പരൽമീൻ എത്തുന്ന പാട് എന്നുള്ള ആത്മകഥ. വളരെ ഈസിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഭാഗത്ത് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ക്ലാസ്സിന്റെ ഇടയിൽ ചോദിക്കുമ്പോൾ കൂടുതൽ ഈസി ആയിരിക്കും. പക്ഷെ പരീക്ഷയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇത്ര ഈസി ഉണ്ടാവില്ല. അപ്പൊ അത് ഓർമ്മ വേണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. ഇത് ഏത് നാടകത്തിലെ വരികളാണ്? നേരത്തെ നമ്മൾ ചോദിച്ചത് ഇത് നാടകഗാനമാണ്. പക്ഷെ ആരാ എഴുതിയെന്നാ ചോദിച്ചത്. വയലാർ എഴുതിയതാണെന്ന് എല്ലാവരും ഉത്തരം കമന്റിലൊക്കെ ഉത്തരം പറഞ്ഞു. ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത് അതല്ല. ഇത് ഏത് നാടകത്തിന് വേണ്ടി എഴുതപ്പെട്ട നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഇത്. പാഠത്തിന്റെ ശേഷം ഇങ്ങനെ പറയുന്നുണ്ട് ഈ പാട്ടിനെ പറ്റി. അപ്പൊ ഏത് നാടകത്തിലാന്ന് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് പറയുന്ന ഈ പാട്ടുകൾ, ഈ വരികൾ ആരുടേതാണ്? അല്ല, ആരുടേതാണെന്നല്ല, ഏത് നാടകത്തിൽ വന്നതാണ്? ഓപ്ഷൻ എ നോക്കൂ, ഗോപുര നടയിൽ. ഓപ്ഷൻ ബി, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. ഓപ്ഷൻ സി, അശ്വമേധം. ഓപ്ഷൻ ഡി, എരി. ഓരോ നാടകങ്ങളുടെ പേരാണ്. അപ്പൊ ഇനി നമുക്ക് പോയി നോക്കാം ഇത് ഏത് നാടകത്തിലാണ്. നിങ്ങളെ കമന്റിൽ ഞാൻ കാണുന്നുണ്ട് പല ആൾക്കാരും സി, ബി, എക്സ് എന്നൊക്കെ ഒരാള് കമന്റ് ചെയ്തിരിക്കണത്. അയാൾക്കു ഏതാ ഉത്തരം എന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും അല്ലെ. എക്സ് എന്നൊക്കെ ഇട്ടിക്കണ്. പോയി നോക്കാം ഉത്തരം, ശരി ഉത്തരം പോയി നോക്കാം ഏതാ ഉത്തരം. ആൻസർ സി, അശ്വമേധാണ് കേട്ടാ. ഒരുപാട് ആൾക്കാര് സി ഉത്തരം എഴുതിയിട്ടുണ്ട്. ആ, എന്നാ അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം അല്ലെ. അശ്വമേധം മറക്കണ്ട. ഓക്കെ. ഏഴാമത്തെ ചോദ്യം, മലയാളത്തിൽ ആദ്യത്തെ നാടകം ഏതാണെന്നാണ്. നമ്മള് നാടകങ്ങളെ കുറിച്ച് പറയുന്ന പാഠായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് നാടകത്തെ കുറിച്ച് ഉണ്ടാവേണ്ട ഒരു അറിവാണ്. മലയാളത്തിലെ ആദ്യത്തെ നാടകം ഏതാണ്? ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ, മറിയാമ്മ നാടകം. ഓപ്ഷൻ ബി, കൂട്ടുകൃഷി. ഓപ്ഷൻ സി, ആൾമാറാട്ടം അഥവാ ഒരു നല്ല കേളി സല്ലാപം. ഓപ്ഷൻ ഡി, പാട്ടുബാക്കി. ഇതിലേതായിരിക്കും? നിങ്ങളൊന്ന് ഏഴാമത്തിന്റെ ഉത്തരം ഒന്ന് പെട്ടെന്ന് ഒന്നിങ്ങനെ കമന്റ് ചെയ്താണ് ഞാനൊന്ന് നോക്കട്ടെ. കമന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പഠിച്ചോനെ. ഓപ്ഷൻ സി, ബി, ബി, സി, എ, ബി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അയക്കുന്നുണ്ട്. സി, ബി, സി. നമുക്ക് നോക്കാം. ഈ ഉത്തരത്തിന് ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ വളരെ ഈസി ആയിട്ടുള്ള ഒറ്റ കാര്യം നോക്കിയാൽ മതി. മറിയാമ്മ നാടകം മലയാളത്തിൽ ആദ്യത്തെ നാടകമാണ്. അപ്പൊ എന്തായാലും നൂറ്റാണ്ട് മുമ്പുള്ള സംഗതി ആയിരിക്കും. ബാക്കി ആ പേരുകളൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കാം. മറിയാമ്മ നാടകം, കൂട്ടുകൃഷി, ആൾമാറാട്ടം അഥവാ ഒരു നല്ല കേളി സല്ലാപം, പിന്നെ പാട്ടബാക്കി. ആ പേരുകൾ വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നോക്കുക, നമ്മൾ അതിന് ഉത്തരം പോയി നോക്കുക. എന്താണ് ഉത്തരം? ആ ഉത്തരം ആൻസർ സി ആണ്. ഒരുപാട് ആൾക്കാർ സി, ബി എന്നൊക്കെ എഴുതിയ ആൾക്കാരുണ്ട്. എന്നാലും സി ആണ് ശരി ഉത്തരം. ആൾമാറാട്ടം അഥവാ ഒരു നല്ല കേളി സല്ലാപം. ആ പേരിൽ തന്നെ ഉണ്ട് ഇതിന്റെ ഉത്തരം, ശരി ഉത്തരം ഏതാണെന്നുള്ളത്. ഇല്ലേ? ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം എന്താ, മറിയാമ്മ നാടകം എന്നൊക്കെ ഉള്ളത് ഒരു പുതിയ, അത്ര പുതിയതല്ലെങ്കിലും ഒരു പഴയ കാലത്തെ ഭാഷ അല്ല ആ പേര്. കൂട്ടുകൃഷി എന്നുള്ളത് ഇടശ്ശേരിൻ്റെതാണെന്ന് നിങ്ങളൊക്കെ പഠിച്ചു. എന്തായാലും കൂട്ടുകൃഷി ഇടശ്ശേരി ആയിരിക്കൂല മലയാളത്തിൽ ആദ്യത്തെ നാടകം രചിച്ചത് എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ നേരത്തെ പാഠത്തിൽ പഠിച്ചതാണ്. പിന്നെ പാട്ടബാക്കി ഈ അടുത്ത് ഉണ്ടാവേണ്ട ഒരു വാക്കാണ്. പക്ഷെ സി, ഓപ്ഷൻ സി നോക്കൂ, ആൾമാറാട്ടം അഥവാ ഒരു നല്ല കേളി സല്ലാപം. ആ വാക്ക് തന്നെ നമുക്ക് കേട്ടാറിയാം അതൊരു പുരാതനമായ പണ്ടത്തെ മലയാളമാണ്. നല്ല കേളി സല്ലാപം എന്നൊക്കെ പറയാം എന്നുള്ളത് ഒരു ആധുനിക മലയാളത്തിൽ അല്ലെങ്കിൽ ഒരു ഈ ഒരു അടുത്ത കാലത്ത് വരുന്ന മലയാളത്തിലെ ഒരു വാക്കല്ല. ബാക്കിയുള്ള മൂന്ന് വാക്കുകളെയും പോലെ ഒരു പുതുമുള്ള വാക്കല്ല. അതൊരു പഴഞ്ചൻ, ഞാനൊരു മോശാർത്ഥത്തിലല്ല പറയണത്. പഴഞ്ചൻ എന്നുള്ളത് ഓൾഡ് ഒരു വാക്കാണ് എന്നുള്ളത് നമുക്ക് അത് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ആഹ് ആ ഒരു വാക്ക് തന്നെ ഇതിന്റെ ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. നിങ്ങൾ എല്ലാ ചോദ്യവും ഈ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ കൂടി ആലോചിച്ചിട്ട് വേണം ഉത്തരം കണ്ടെത്താൻ. നിങ്ങൾക്ക് നേരെ ചോദ്യം കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഉത്തരം കിട്ടുന്ന ആളുകളുണ്ടാവും. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് 15 ചോദ്യം വരിക, 10 ആൻസർ ചെയ്താൽ മതി. പക്ഷെ 15 നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 10 മാർക്ക് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും 15 അറ്റൻഡ് ചെയ്യണം നമ്മൾ പറഞ്ഞു അല്ലെ. സ്കൂളിൽ നിന്നൊക്കെ വന്ന സമയത്തൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഒരു ചിലതൊന്നും നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താ ഉത്തരം എന്നൊരു ഉറപ്പ് കിട്ടാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനത്തെ സമയത്ത് ഇതുപോലത്തെ പല വഴികളിലൂടെയും ഉത്തരത്തെ കുറിച്ച് ആലോചിക്കാം. ഇപ്പൊ ഈ ഉത്തരത്തെ പറ്റി ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു നല്ല ഗേളി സല്ലാപം എന്നുള്ള ഒരു വാക്കൊക്കെ അല്ലേ വരുന്നത്. അതെന്തായാലും ഈ അടുത്ത കാലത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ബാക്കിയുള്ള പേരുകളൊക്കെ ഒരു പുതിയ പേരാണല്ലോ ഏകദേശമൊക്കെ. ആ, അതന്നെ ആയിരിക്കും. ഇന്ന തരത്തില് നമ്മൾ തന്നെ ഉത്തരം
ഇതാവും ഇതാവും എന്നൊക്കെയുള്ള ഓരോ വാക്ക് അല്ലെങ്കിൽ ഓരോന്നിനെ കുറിച്ചും വാക്യത്തെ കുറിച്ചും ഇങ്ങനെ പലതരത്തിൽ ആലോചിച്ചിരുന്നിട്ട് ഇതിനൊന്നും ഒരുപാട് സമയം എടുക്കരുത്. നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവില്ല ഒരു ഉത്തരം കണ്ടെത്താന്. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങള് ട്ടോ ഉം. എന്താ അവന് ഉത്തരം കണ്ടെത്താൻ. എന്തൊക്കെയോ നല്ല പഴഞ്ചൊല്ലൊക്കെ ഇതാരോ കൂട്ടുകൃഷി ആരാ എഴുതിയതാന്ന് ചോദിക്കുന്നുണ്ട് ആരോ കമന്റില്. കൂട്ടുകൃഷി ഇടശ്ശേരിന്റെ നാടകമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉം. എന്നാ നമുക്കിത് പോട്ടെ. ഇതിനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോയേക്കാം. കൂട്ടുകാർ അവനെ ചെണ്ട കൊട്ടിക്കുക പതിവാണ്. അണ്ടർലൈൻ ചെയ്ത് കണ്ടില്ലേ? അപ്പൊ അടിവരയിട്ട പദം അർത്ഥമാക്കുന്നത് എന്ത്? അവന്റെ കൂട്ടുകാർ അവനെ ചെണ്ട കൊട്ടിക്കല് പതിവാണ്. അപ്പൊ എന്താ ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാല് ആ അടിവരയിട്ട വാക്കിന്റെ അർത്ഥം എന്താണ്? ഓരോ കൂട്ടുകാർ നന്നായി ചെണ്ട കൊട്ടാൻ അറിയുന്ന ആളാണ്. അപ്പൊ എന്റെ കൂട്ടുകാർ ഓനെ വിളിച്ചിട്ട് എപ്പോഴും എന്നാ വാ ഞങ്ങളെ വീട്ടിലൊന്ന് വന്ന് ചെണ്ട കൊട്ട്, അല്ലെങ്കിൽ ഞങ്ങളെ ക്ലാസ്സിൽ വന്ന് ചെണ്ട കൊട്ട് എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ചെണ്ട കൊട്ടിക്കും എന്നാണോ അതിന്റെ അർത്ഥം? നോക്കൂ, ഓപ്ഷൻസ് വായിച്ചു നോക്ക്. അബദ്ധത്തിൽ ചാടിക്കുക, ഓനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലൊക്കെ കുഴിയിൽ വീഴ്ത്തുക, ഓനെ പറ്റിക്കുക. അങ്ങനെ അബദ്ധത്തിൽ വീഴ്ത്തുക, അബദ്ധത്തിൽ ചാടിക്കുക എന്നാണോ? അതല്ല, ചെണ്ട പഠിപ്പിക്കുക. ഓനെ കൊണ്ടുപോയിട്ട് ചെണ്ട എങ്ങനെയാണ് കൊട്ടേണ്ടതെന്ന് ഓനെ കൊണ്ടുപോയി പഠിപ്പിക്കും. മൂന്നാമത്തെ കളിയാക്കുക എന്നാണോ? ഡി പേടിപ്പിക്കുക, ഇതാണോ? ഏതാണ്? നിങ്ങളിപ്പോ ഇപ്പൊ തന്നെ കുറെ ആൾക്കാര് എ സി എന്നൊക്കെ വരുന്നുണ്ട്. സി 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 എ സി. എന്നാ നോക്കുക, നമുക്ക് അതിന്റെ ആൻസറിലേക്ക് ശരിയായ ഉത്തരത്തിലേക്ക് പോയി നോക്കാം. കണ്ടോ? ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ എ ആണ്. കുറെ ആൾക്കാർ ഓപ്ഷൻ എ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ശരി. അബദ്ധത്തിൽ ചാടിക്കുക. ഓനെ കൂട്ടുകാർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരത്തിൽ ഓനെ പെടുത്തും, ഓനെ പറ്റിക്കും, ഓനെ കുടുക്കും എന്നുള്ളതാണ് ഈ ചെണ്ട പൊട്ടിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഓക്കെ. എന്നാ അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് ഇതിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും പറയാനില്ലല്ലോ. 9ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോയി നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് അല്ലെ. നമ്മളെല്ലാ കഴിഞ്ഞ പാഠത്തിലൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചതാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ സാധാരണ വരും. കുറച്ച് നാടകങ്ങളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഇതില് ഏതാണ് നാടകമുണ്ട്, അങ്ങനെ പല പല പേരുണ്ട്. നാടകം, പുസ്തകം ഒക്കെ ആയിട്ട് പലതും ഉണ്ട് അതില്. അപ്പൊ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് എന്താണ്? നോക്കൂ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? എരി. ഓപ്ഷൻ എ എരി. ഓപ്ഷൻ ബി കാട്ടബാക്കി. ഓപ്ഷൻ സി പരൽമീൻ നീന്തുന്ന പാടം. ഓപ്ഷൻ ഡി അശ്വമേധം. അപ്പൊ എന്താണ് ഇതിലേതാ കൂട്ടത്തിൽ പെടാത്തത്? നിങ്ങള് ഒന്ന് കമന്റ് ചെയ്യൂ. ഓ, കമന്റ് കുറേ ഉണ്ടായിട്ട് ഓപ്ഷൻ സി 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 എന്നാണ് പറയണത്. ബി, സി. ഒരുപാട് കമന്റുകൾ. ഹൂ റോട്ട് ദ സ്ക്രീൻ പ്ലേ അശ്വമേധം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സി 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 സി. പല ചോദ്യങ്ങളും വരുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ, നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് പോയി നോക്കാം. അപ്പൊ ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? എരിയാണോ, പാട്ടബാക്കിയാണോ, പരൽമീൻ നീന്തുന്ന പാടാണോ, അശ്വമേധാണോ? നോക്കൂ, ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. പരൽമീൻ നീന്തുന്ന പാടം. എന്താ കാരണം? എരി എന്നുള്ളത് ഒരു നോവലാണ്. അതേസമയം അതൊരു നാടകമാണ്. ഒരു നോവല് പ്രദീപൻ പാമ്പിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ നോവലായിരുന്നു. അത് MK സുരേഷ് ബാബു എന്ന് പറയുന്ന ഒരാള് നാടകമാക്കി മാറ്റിയിട്ടുണ്ട്. അതേപോലെ പാട്ടബാക്കി നാടകമാണ്. പരൽമീൻ നീന്തുന്ന പാടം അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. വിശ്വമേധം നാടകമാണ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നാടകവുമായി ബന്ധപ്പെട്ടതാണ്. പരൽമീൻ നീന്തുന്ന പാടം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ഈ കൂട്ടത്തിൽ പെടാത്തത്. വളരെ സിമ്പിൾ ആണ് അല്ലെ? ഇനി അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് പോയി നോക്കാം. നാടകകല എന്ന പദം വിഗ്രഹിച്ച് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? ഈ വിഗ്രഹിക്കുക എന്നുള്ള ചോദ്യം എല്ലാ വർഷവും ആവർത്തിച്ച് പല വാക്കുകളായിരിക്കും. ഇതന്നെ ആയിക്കോളുന്നില്ല. പല വാക്കുകൾ അങ്ങനെ. അപ്പൊ എന്താണ് വിഗ്രഹിക്കേണ്ട ഒരു രീതി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതാണ് മർമ്മപ്രധാനം. ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം അതാണ്. അപ്പൊ നാടകകല എന്ന പദം വിഗ്രഹിച്ച് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? ഓപ്ഷൻസ് കൊടുത്തു നോക്കൂ. ഓപ്ഷൻ എ നാടകമാകുന്ന കല, നാടകം എന്ന കല, നാടകത്തിന്റെ കല, നാടകവും കലയും. ഇതിലേതാണ്? നോക്കാം. ശരി ഉത്തരം പോയി നോക്കാം. നാടകം എന്ന കല അല്ലെ. ഓപ്ഷൻ ബി ആണ് നാടകം എന്ന കല. അതാണ് ശരി ഉത്തരം. കുറെ ആൾക്കാർ ബി എന്ന് ഉത്തരം എഴുതിയിട്ടുണ്ട്. അപ്പം കൺഗ്രാചുലേഷൻസ് ആ ഉത്തരം എഴുതിയ ആളുകൾക്കൊക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഏകദേശം ഈ ഭാഗത്തുള്ള അവസാനത്തെ ചോദ്യമായിരിക്കും. നോക്കാം. വിഗ്രഹിക്കുക. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യം അതായിരുന്നു, വിഗ്രഹിച്ചാൽ, നാടക കല എന്നുള്ളത് വിഗ്രഹിച്ചാൽ. ഇനി ഇതൊരു ചോദ്യമല്ല,
ആ ഒരു മോഡല് കാണിച്ചു തരാണ്. വിഗ്രഹിച്ചാൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. നോക്കൂ, വിഗ്രഹിക്കുക. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇത് എഴുതി വെക്കണം ട്ടോ. നിങ്ങളുടെ ഇതിൽ എഴുതി വെക്കണേ. 1 നാടക കൊട്ടക. നാടക കൊട്ടക എന്ന് പറഞ്ഞാൽ എന്താണ്? നാടകവും കാണിക്കാനുള്ള നാടകത്തിനുള്ള കൊട്ടക. 2 വികാരാധീനൻ. അതിനെ വിഗ്രഹിച്ചാൽ എങ്ങനെ ഉണ്ടാവുക? വികാരത്തിന് അധീനൻ. മൂന്നാമത്തെ എന്താ? കലാകേന്ദ്രം. കലയുടെ കേന്ദ്രം. അടുത്തത് 4 ദീപവിതാനം. ദീപങ്ങളുടെ വിതാനം. ഇപ്പൊ ഇങ്ങനെ വിഗ്രഹിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ചോദ്യം, അതിന്റെ ഉത്തരമൊക്കെ അവിടെ തന്നെ ഉണ്ട് അല്ലെ? അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ജനറൽ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങളുടെ പാഠഭാഗത്ത് വന്ന ചോദ്യങ്ങൾ, വാക്കുകൾ തന്നെയാണ് ഇതൊക്കെ. അപ്പോ ചിലപ്പോ ഇതിലേതെങ്കിലും ഒരു വാക്കായിരിക്കും താഴെ കൊടുത്തത് വിഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വരിക. അപ്പൊ അത് ഓർത്ത് വെക്കണം ട്ടോ. ദീപവിതാനം എന്ന് പറഞ്ഞാല് ദീപങ്ങളുടെ വിതാനം. ദീപം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? വിളക്ക്. കലാകേന്ദ്രം എന്നുള്ളത് വിഗ്രഹിക്കുമ്പോൾ കലയുടെ കേന്ദ്രം എന്നായിരിക്കും അർത്ഥം. വികാരാധീനൻ, വികാരത്തിന് അധീനനായ ആള്. പിന്നെ നാടക കൊട്ടക എന്ന് പറഞ്ഞാൽ നാടകം കാണിക്കാനുള്ള, നാടകം കാണാനുള്ള കൊട്ടക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് നമ്മുടെ പരൽമയിൽ നീന്തുന്ന പാഠം അല്ലെങ്കിൽ അരങ്ങുണരുന്നു എന്ന നമ്മുടെ സി വി ബാലകൃഷ്ണന്റെ ആത്മകഥാപരമായ ആ കുറിപ്പിൽ നിന്നുള്ള ചോദ്യങ്ങള്. ഓക്കെ. അപ്പൊ ആ ഭാഗത്ത് നിന്ന് വരാനുള്ള മാക്സിമം നാടകങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നാടകഗാനങ്ങളെ കുറിച്ച് പിന്നെ ആ ഭാഗത്തു നിന്നുള്ള വാക്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ പാഠം പലയാവർത്തി വായിക്കുക. ആ പാഠത്തിന്റെ ശേഷമുള്ള എക്സസൈസ് ആ ഒരു ഭാഗം അത് നന്നായി വായിച്ച് ഇനിയും ഇതുപോലെ ആ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉള്ളതെന്ന് നോക്കുക. അതുപോലെ USSനെ നിങ്ങളെ സഹായിക്കുന്ന എല്ലാത്തരം മാർഗങ്ങളും ഉപയോഗിച്ചിട്ട് ഈ പാഠഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ വീണ്ടും ഞാനിപ്പോ പറയാത്ത ചോദ്യങ്ങളും ഒരുപാടുണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ അത്തരം ചോദ്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുക. പലയാവർത്തി വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. അപ്പൊ എന്നാ ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണുള്ളത്? ഒരു മനുഷ്യൻ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു മനുഷ്യൻ എന്ന കഥ. ആ കഥയിൽ നിന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. അപ്പൊ നമുക്ക് പോയി നോക്കാം അല്ലെ? എല്ലാവരും റെഡി അല്ലേ? അല്ലെ? ഇപ്പൊ ഈ ഒന്നാമത്തെ പാഠം സെറ്റാണ്. അതിലൊന്നും ആർക്കും സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ? ഒന്നാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങള് ഒക്കെ വളരെ കൃത്യമാണ്. എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടാവും, രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, കാണാതെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഒക്കെ സെറ്റല്ലേ എല്ലാരും? നമ്മളെ രണ്ടാമത്തെ നല്ല കുട്ടികളാണ്. കുറെ ആൾക്കാർ റിപ്ലൈ തരുന്നുണ്ട് ചോദിച്ചതിനൊക്കെ. അപ്പൊ നമ്മളെ രണ്ടാമത്തെ പാഠത്തിലേക്ക് നീങ്ങല്ലേ? ആ ഹംസ. എന്താ ഹംസ? ഹംസ എന്നൊക്കെ പേര് എഴുതി വെച്ചിരിക്കണ ഒരാള്. വേറെ ആരോ പേര് എഴുതിയാണ്ടേ കമന്റിൽ ഇങ്ങനെ. ആയിക്കോട്ടെ. ചിലപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഇജ്ജ് എന്റെ പേര് കമന്റ് ചെയ്യ്, ഞാൻ എന്റെ പേര് കമന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആയിക്കോട്ടെ. എന്നാല് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോയി നോക്കാം. ഒരു മനുഷ്യൻ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ ആ കഥ ഇങ്ങനെ വായിച്ചു പോകുമ്പോ വളരെ വിഷമം തോന്നും കുറെ ഇടത്തുമ്പോ. പിന്നെ അവസാന ഭാഗത്ത് എത്തുമ്പോ എന്നുള്ള ആ ഒരാള് എഴുന്നേറ്റ് നിന്നിട്ട് പറയല്ലോ, ഞാൻ പൈസ തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ വൈക്കം ബഷീറിന്റെ പേഴ്സ് അടിച്ചു മാറ്റിയ കള്ളൻ തന്നെ ബഷീറിന്റെ പേഴ്സ് തിരിച്ചു കൊടുക്കും. അപ്പൊ നമുക്കൊരു സമാധാനമാവും. ബഷീറിന് അയാളെ ഫുൾ വസ്ത്രം വഹിക്കേണ്ടി വന്നിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നമുക്കൊരു സമാധാനം ഉണ്ടാവും അല്ലെ? ആ അപ്പൊ ഈ ഒരു മനുഷ്യൻ എന്നുള്ള തലക്കെട്ടിനെ കുറിച്ച്, ആ ഒരു ഹെഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് ഒരു മനുഷ്യൻ എന്നുള്ള? ഇത് ഇപ്പൊ ഈ ഒരു മനുഷ്യൻ ആരാണ് ശരിക്ക്? നിങ്ങൾക്ക് വെറുതെ ഇതിന്റെ പേര്, ഈ ഈ ഒരു മനുഷ്യൻ എന്നുള്ള വാക്കിന്റെ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെ, വൺ മാൻ അല്ലെ? അതന്നെ അർത്ഥം. പക്ഷെ അതിനൊരു വിശാലമായ അർത്ഥമുണ്ട്. നമ്മൾ സാഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കഥയാണല്ലോ, ബഷീറിന്റെ ഒരു കഥയാണല്ലോ. അപ്പൊ അതിനെന്തായാലും ഒരു വിശാലമായ അർത്ഥമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തായിരിക്കും ഈ ഒരു മനുഷ്യൻ എന്നുള്ളതിനെ പറ്റി പറയാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ആ കഥനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു ഹെഡിങ്ങിനെ കുറിച്ച് ഉണ്ടെങ്കിൽ. ഇപ്പൊ ഈ ഒരു മനുഷ്യൻ എന്നുള്ളത് ബഷീറിനെ കുറിച്ചാണോ? ബഷീറാണോ ഈ കഥയിലെ ഒരു മനുഷ്യൻ, ഈ ഹെഡിങ്ങിൽ പറയുന്ന ഒരു മനുഷ്യൻ? അല്ലെങ്കിൽ ബഷീറിന്റെ ഇത് മോഷ്ടിച്ച ആ കള്ളൻ, അയാളെ പറ്റിയാണോ? വല്ലാത്തൊരു മനുഷ്യൻ എന്ന് പറയില്ല നമ്മള് ചില ആൾക്കാരെ പറ്റി, വല്ലാത്തൊരു ചങ്ങായി തന്നെ, അങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യനാണോ ഇത്? ആയിരിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ലെങ്കിൽ ഞാൻ കാഷ്യർ ആണ്, ഹോട്ടലിലുള്ള ക്യാഷിൽ ഇരിക്കുന്ന ആള് പുള്ളി ഡ്രസ്സൊക്കെ അയക്കാൻ പറഞ്ഞില്ല ബഷീറിനോട്, പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഇന്റെ പേഴ്സ് ആരും അടിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോ അയാളെ പറ്റിയാണോ?
ഇതൊന്നും അല്ല. ഇങ്ങനൊന്നും അല്ലാത്ത ആഹ് ഒരു യഥാർത്ഥ മനുഷ്യൻ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആവണം? ഈ അതായത് ഇപ്പൊ ബഷീറിന്റെ ആ വല്ലാത്തൊരു അവസ്ഥ കണ്ടിട്ട് കള്ളനാണെങ്കിലും അയാളുടെ മനസ്സലിഞ്ഞല്ലോ. ബഷീറിന്റെ പേഴ്സ് അയാളാണ് കട്ടെടുത്തത്. അപ്പൊ ബഷീറിന്റെ പാന്റും കുപ്പായൊക്കെ അയച്ച് ഇനി ട്രൗസറിന്റെ വള്ളിയും കൂടി ട്രൗസറും കൂടി അയക്കാൻ നിൽക്കുമ്പോഴാണ് കള്ളന് വേണ്ട, ഞാൻ സഹായിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാശ് കൊടുക്കുന്നതും. പിന്നെ ബഷീറിനെ കൂട്ടിയിട്ട് കൊണ്ടുപോവാണ്. കൊണ്ടുപോയി ഒരു സ്ഥലത്തെത്തിയിട്ട് ഒരു പാലത്തുമെന്നോ എവിടുന്നോ ഇയാളെ കീശേന്ന് ഇയാള് കട്ടെടുത്ത എല്ലാ പേഴ്സും എടുത്തിട്ട് ബഷീറിനോട് ചോദിക്കും, ഇതിലേതാ താങ്കളുടെ പേഴ്സ്? അപ്പൊ ബഷീർ കാണിച്ചു കൊടുക്കുമ്പോ ബഷീറിന് ആ പേഴ്സ് കൊടുക്കും. അപ്പൊ അതിൽ നോക്കുമ്പോ അതിന് ഒരു രൂപ പോലും മോഷ്ടിച്ചിട്ടില്ല. ഫുൾ പൈസ അതിൽ കൃത്യമുണ്ട്. അപ്പൊ ഇങ്ങള് നോക്കാണ്, സംഗതി അയാള് കള്ളനാണ്. അയാള് പേഴ്സ് ഒരുപാട് ആളുകളുടെ 5 ആളുകളുടെ പേഴ്സ് മോഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ബഷീർ കുടുങ്ങിയ സാഹചര്യത്തില് ഞാൻ കാശ് തരാം എന്ന് പറഞ്ഞിട്ട് പൈസ അയാൾ കൊടുത്തു. പിന്നെ അയാള് ബഷീറിന്റെ പേഴ്സ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന സമയത്ത് അയാള് ഹോട്ടലിൽ ചെലവായ പൈസ കൊടുത്തല്ലോ. ആ കൊടുത്ത പൈസ അയാള് തിരിച്ചെടുക്കുന്നുണ്ടോ? ഈ പേഴ്സ്ന്ന് എടുത്തോ? ഇല്ല. അയാളത് ചെയ്തിട്ടില്ല. അയാളുടെ വകയാണ് ആ ഹോട്ടലിൽ കൊടുത്ത പൈസ. അപ്പൊ അയാള് കള്ളനാണെങ്കിലും അയാളുടെ ഉള്ളിലും പല നന്മകൾ, ഒരുപാട് ആ നന്മകളുണ്ട്. അപ്പൊ ഇത്തരം നന്മകളുള്ള മനുഷ്യന്മാരെ കുറിച്ചിട്ടാണോ, ആരെ പറ്റിയാണ് ഈ ഒരു മനുഷ്യൻ എന്നുള്ളത്? അപ്പൊ ഒരു ഹെഡിങ് തന്നെ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്നതാണ്. ആ തരത്തിൽ വേണം ഞാൻ യുഎസ്എസിന്റെ ക്ലാസ് ആണ്, സാഹിത്യം പറയേണ്ട ക്ലാസ് അല്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ കവിത പഠിക്കുമ്പം, നിങ്ങളുടെ കഥകൾ പഠിക്കുമ്പം, ആത്മകഥകൾ പഠിക്കുമ്പം ഈ തരത്തിൽ ഇങ്ങനെ പല അപ്പുറം ഇപ്പുറമൊക്കെ ആലോചിച്ച് ചിന്തിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് യുഎസ്എസ് പരീക്ഷയ്ക്കും ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സ്കൂളിന് ശേഷമുള്ള നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഏതാണെങ്കിലും PG ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ നിങ്ങൾ കഥകൾ വായിക്കുക. അത് മലയാളത്തിന്റെ മാത്രമല്ല, ഏത് ഭാഷ, ഏത് പാഠം എങ്ങനെ പഠിക്കുകയാണെങ്കിലും ആ വരികൾക്കൊക്കെ അപ്പുറത്തും കൂടിയുള്ള ഒരു അർത്ഥം നിങ്ങൾ കണ്ടെത്തിയിട്ട് പഠിച്ച് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ വേണം നിങ്ങൾ വായിക്കാനും പഠിക്കാനും ഒക്കെ കേട്ടോ. അപ്പൊ നമ്മുടെ ബഷീറിന്റെ ഒരു മനുഷ്യൻ എന്നുള്ള പാഠം, ആ പാഠത്തിലെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോയി നോക്കാം. അപ്പൊ അതിന്റെ മുമ്പ് ആരാണ് ബഷീർ, ബഷീറിനെ കുറിച്ച് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്, ബഷീറിനെ കുറിച്ച് ഒരു ചെറിയ 2-3 വരികൾ കണ്ടോ. ഈ ഫോട്ടോ കണ്ടാ അറിയാം അല്ലെ? എല്ലാവർക്കും, കേരളത്തിലെ ഏതൊരു മലയാളിക്കും അറിയുന്ന ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള മലയാള സാഹിത്യത്തിന്റെ സുൽത്താനാണ് ബഷീർ അല്ലെ. പക്ഷെ ബഷീർ അറിയപ്പെടുന്ന പേരെന്താണ്? ബേപ്പൂർ സുൽത്താൻ. അതായത് ബ്രാക്കറ്റിൽ കൊടുത്തിക്കണ് ബേപ്പൂർ സുൽത്താൻ. അദ്ദേഹം വൈക്കത്തെ തലയോലപ്പറമ്പിൽ കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലെ വൈക്കം അല്ലെ, അവിടുത്തെ തലയോലപ്പറമ്പിൽ 1908 ജനുവരി 21-നാണ് അദ്ദേഹം ജനിച്ചത്. എന്നിട്ടോ പിന്നെ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റ് ആണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഈ നിലകളിലൊക്കെ അദ്ദേഹം ഒരുപാട് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് കാലം ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയതിന്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെയാണ്. പിന്നെന്താണ്? ഇതിന്റെ പ്രധാന പുസ്തകങ്ങളൊക്കെ ഏതൊക്കെയാ? ബാല്യകാലസഖി. ഇന്നിപ്പോ ഞാൻ സ്കൂൾ കുട്ടികൾക്ക് പറഞ്ഞു തരേണ്ട പുസ്തകങ്ങളല്ല. അതൊക്കെ എല്ലാവർക്കും അറിയണ, പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും അറിയണ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രശസ്തമായ പുസ്തകങ്ങളാണ് ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ഉണ്ണിമുപ്പാക്ക് ഒരു ആന ഉണ്ടാർന്ന്, ശബ്ദങ്ങള്, മതിലുകള് തുടങ്ങി അനേകം കൃതികൾ രചിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ പല കൃതികളും ഇതര ഭാഷകളിലേക്ക്, ഇന്ത്യയിലെ തന്നെ എല്ലാ ഭാഷകളിലേക്കും ഇന്ത്യക്ക് പുറത്തുള്ള ലോക ഭാഷകളിലേക്ക് മുഴുവൻ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള്. നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇദ്ദേഹത്തെ കുറിച്ച് സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ കൊടുത്തത് ട്ടോ. മിക്ക പുസ്തകങ്ങളും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് RE ആഷർ ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പല ലോക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? RE ആഷർ, റൊണാൾഡ് E. ആഷർ എന്ന് പറയുന്ന RE ആഷർ ആണ്. അദ്ദേഹം ഇപ്പൊ അടുത്ത് മരിച്ചു പോയിട്ടുള്ളൂ. അപ്പൊ RE ആഷർ. അപ്പൊ സാധാരണ ഇങ്ങനെ ചോദ്യം വരാറുണ്ട്. അപ്പൊ ഈ പേര് RE ആഷർ എന്നുള്ള പേര് ഒരിക്കലും ബഷീറിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് മറക്കരുത്. അത് ഓർമ്മയിൽ വെക്കണം. ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ ബഷീർ അറിയപ്പെടുന്നു. അത് ഓർമ്മ വേണം. മലയോലപ്പറമ്പിലാണ് ജനിച്ചത്. 1908 ജനുവരി 21 പിന്നെ ബഷീർ ചെറുകഥാകൃത്തായിരുന്നു, നോവലിസ്റ്റ് ആണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നുള്ള കാര്യങ്ങൾ ഓർക്കണം. ബഷീറിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ടിപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടാർന്ന്, പിന്നെ ശബ്ദങ്ങള്, മതിലുകള്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. ഈ ഓർമ്മകൾ വേണം. പിന്നെ
1982-ലാണ്. നോക്കൂ, 982 ബഷീറിന് ഓർമ്മ ഉണ്ടാവണം. ബഷീറിന് അവാർഡ് കിട്ടിയതാണ്. 82 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ, അല്ലെ, ഇന്ത്യ കൊടുക്കുന്ന വലിയ ബഹുമതിയാണ്. പത്മശ്രീ പുരസ്കാരം നൽകി ഇന്ത്യ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. പിന്നെ 994 അവിടുന്നും ഒരു 12 വർഷം കഴിഞ്ഞിട്ട് 994 ജൂലൈ 5-ന് അദ്ദേഹം അന്തരിച്ചു. ജൂലൈ 5 നിങ്ങള് സ്കൂൾ കുട്ടികൾ എന്തായാലും മറക്കൂല. എല്ലാ വർഷവും ജൂലൈ 5-ന് എല്ലാ സ്കൂളിലും, അല്ലെ, ബഷീറായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, പാത്തുമ്മയായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുണ്ടാവും. ബഷീറിന്റെ കഥാപാത്രങ്ങളൊക്കെ സ്കൂളുകളിൽ സാധാരണ എന്തുണ്ടാവാറുണ്ട്? അതിന്റെ ഒരു അവതരണം ജൂലൈ 5-ന് എല്ലാ സ്കൂളിലും ഉണ്ടാവും. അപ്പൊ ആ ഡേറ്റ് എന്തായാലും നിങ്ങൾ ആരും മറക്കാൻ സാധ്യതയില്ല. എന്നാ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം, അല്ലെ. അപ്പൊ നോക്കൂ, ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള ചോദ്യം വിഗ്രഹിക്കുക. നേരത്തെ നമ്മൾ അവസാനിപ്പിച്ചത് ഒരു വിഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ കുറച്ചും കൂടി ഉദാഹരണങ്ങൾ അങ്ങനെ കാണിക്കുകയാണ്. സാംക്രമിക രോഗം. എന്താ സാംക്രമിക രോഗം എന്ന് പറഞ്ഞാല്? ഇങ്ങനെ പകരുക കേട്ടോ, അങ്ങനെ പകരുന്ന രോഗങ്ങൾ. അപ്പൊ ആ വാക്ക് വിഗ്രഹിച്ചാൽ എങ്ങനെ ഉണ്ടാവുക? സാംക്രമികമായ രോഗം. സാഹസ പ്രവൃത്തി. സാഹസ പ്രവൃത്തി വിഗ്രഹിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സാഹസികമായ പ്രവൃത്തി. ഇനി ദിനകൃത്യങ്ങൾ, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, ദിനേനയുള്ള കൃത്യങ്ങൾ. അടുത്തതോ വഴിയോര കാഴ്ചകൾ. വഴിയോരത്തെ കാഴ്ചകൾ, റോഡ് സൈഡിലൊക്കെ നമ്മൾ നടന്നു പോകുന്ന വഴിയിലുള്ള വഴിയോരത്തുള്ള കാഴ്ചകൾ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു കുറച്ച് വിഗ്രഹിക്കുക എന്നുള്ള കുറച്ച് മോഡൽസ് ആണ്. ഒരു 4 ഉദാഹരണ സഹിതം 4 കാണിച്ചതാണ്. അപ്പൊ ഇതൊക്കെ എല്ലാരും എഴുതി വെക്കണം, അല്ലെ. ഞാനിപ്പോ അടുത്ത സ്ലൈഡിലേക്ക് പോയാൽ ഇത് മിസ്സാവൊന്നുമില്ലല്ലോ, അല്ലെ. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ അടുത്തതിലേക്ക് പോട്ടെ. 13-ാമത്തേലേക്ക് പോവാം, സ്ലൈഡിലേക്ക് പോട്ടെ. നോക്കൂ, സൂചനകളിൽ നിന്ന് എഴുത്തുകാരനെ കണ്ടെത്തുക. ഒരു 3 സൂചനകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഇത് ആരെ പറ്റിയുള്ള ചോദ്യമാണ്? ചിലപ്പോ ഇപ്പൊ തന്നെ ഞാൻ സൂചന വായിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉത്തരം പറയാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ നോക്കൂ, കഥാബീജം എന്ന നാടകത്തിന്റെ രചയിതാവ്. കഥാബീജം എന്നുള്ളൊരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് കണ്ടാ, ഉത്തരം ഇപ്പൊ തന്നെ ഒരു ചോദ്യം. സൂചന 1 വായിച്ചപ്പോത്തിന് 10-20 ഉത്തരം വന്നു കഴിഞ്ഞു ഇവിടെ. അടുത്ത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നു. മൂന്നാമത്തത് എന്താണ്? മതിലുകൾ പ്രധാന കൃതിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് മതിലുകൾ. അത് പിൽക്കാലത്ത് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമക്കാക്കി മാറ്റി, അല്ലെ. മതിലുകൾ എന്നുള്ള വളരെ പ്രശസ്തമായ അവാർഡൊക്കെ കിട്ടിയ സിനിമയുണ്ട്. അപ്പൊ അതൊക്കെ ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. അടൂരാണ് മതിലുകൾ സിനിമയാക്കിയത് കേട്ടോ, അത് ഓർമ്മ വേണം. ആ ഇനി ഉത്തരം ഉത്തരം അവിടെ കൊടുത്തിട്ടില്ല, അല്ലെ. ആ ഉത്തരം ഞാൻ വിട്ടുപോയതായിരിക്കും കൊടുക്കാൻ. ആ ആനിമേഷനിൽ ഉത്തരം ഞാൻ ചെയ്തിരുന്നു, ഇപ്പൊ കാണുന്നില്ല ഏതായാലും. ആ നോക്കാൻ പറ്റും. അപ്പൊ എന്തായാലും അങ്ങനെ അവിടെ ഉത്തരം വന്നിട്ടില്ലെങ്കിലും മലയാളിയായി ജനിച്ച എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഉത്തരം തന്നെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറാണ് ആ എഴുത്തുകാരൻ. ഇനി അടുത്ത 14-ാമത്തെ ചോദ്യം എന്താ? ഒരു മനുഷ്യൻ എന്ന ചെറുകഥ അതേ പേരിൽ ടെലിഫിലിം ആക്കിയിട്ടുണ്ട്. ഈ ഒരു മനുഷ്യൻ എന്നുള്ള കഥ ഒരു ചെറിയ ടെലിഫിലിം ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അത് ആരാണ് സംവിധാനം ചെയ്തതെന്നാണ് ചോദ്യം. മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള സംവിധായകരുടെ പേരാണ് ആ ഓപ്ഷൻസിൽ കാണുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളി. അത് നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ശരിയായ കമന്റ് എഴുതിയ ആളുകൾക്ക് ഇന്നതാണ് ഞാൻ അന്ന് കമന്റ് ചെയ്തിരുന്നു എന്നുള്ള ഓർമ്മ ഉണ്ടാവും. തെറ്റായ ആളുകൾക്കും ഞാൻ അന്ന് അങ്ങനെ എഴുതിയപ്പോൾ അത് തെറ്റായിരുന്നു, ഇന്നതാണ് ശരി എന്നുള്ള. അപ്പൊ 2 തരത്തിലും നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് കമന്റ് ചെയ്തോളൂ. നോക്കാം. ഒന്ന്, ഓപ്ഷൻ എ എന്താണ്? ഫാസിൽ. സംവിധായകൻ ഫാസിൽ, നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഉപ്പ ഫാസിൽ, അദ്ദേഹത്തിന്റെ പിതാവ്. ആ ഫാസിൽ അദ്ദേഹമാണോ? അല്ല. ഓപ്ഷൻ ബി ടി.വി. ചന്ദ്രനാണോ? ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണൻ. അടൂരാണ് അയാൾ മതിലുകൾ എടുത്തതെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അടൂർ തന്നെയാണോ ഒരു മനുഷ്യനും ടെലിഫിലിം ആക്കിയത്? അതല്ല, എം.ടി. ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ തിരക്കഥ എഴുതിയ ആളാണ് എം.ടി. അപ്പൊ എം.ടി. ആണോ ഈ സിനിമ എടുത്ത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് പോയി നോക്കാം. നോക്കൂ, ഉത്തരം ആൻസർ ബി ആണ്. എല്ലാരും, എല്ലാ കുട്ടികളും, കുറച്ച് ആൾക്കാർ ഡി എം.ടി.നൊക്കെ എഴുതിയിരിക്കണ്. എം.ടി. അല്ല, ടി.വി. ചന്ദ്രനാണ് ബഷീറിന് ഒരു മനുഷ്യൻ ടെലിഫിലിം ആക്കിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അടുത്ത 15-ാമത്തെ ചോദ്യത്തിലേക്ക് പോയി നോക്കാം, അല്ലെ. താഴെ തന്നിട്ടുള്ളവയിൽ ബഷീറിന്റെ കൃതി ഏതാണ്? അവിടെ കുറച്ച് പുസ്തകങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ബഷീറിന്റേത് ഏതാണ്? ബഷീറിന് ഒറ്റ പുസ്തകമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ വേറെ വേറെ ആൾക്കാരുതാണ്. അപ്പൊ നമുക്ക് ആ പുസ്തകങ്ങളുടെ പേരൊന്ന് വായിച്ചു നോക്കാം. നോക്കൂ, രണ്ടിടങ്ങഴി ഓപ്ഷൻ എ. ഓപ്ഷൻ ബി മഞ്ഞ്. ഓപ്ഷൻ സി ശബ്ദങ്ങൾ. ഡി അപ്പൻ. ഈ മൂന്നിൽ ഏതായിരിക്കും?
ഓ സി 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 എന്നുള്ള എല്ലാരും പറയണത് സി. ആ നോക്കുക, രണ്ടിടം കഴി ആരുതാ? തകഴിന്റേതാണ് അല്ലെ? രണ്ടിടം കഴി അതൊക്കെ എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ അറിയാം. സാറ് ഈ ചെറിയ ചെറിയ ചോദ്യം ചോദിച്ചാണ്ട് ഞങ്ങളെ കൊച്ചാക്കല്ലേ എന്നാണ് നിങ്ങളൊക്കെ ഉത്തരം മനസ്സിലാവുന്നത്. രണ്ടാമത്തത് മഞ്ഞ് എംടിന്റേതാണ്, എം ടി വാസുദേവൻ നായരുടേതാണ് മഞ്ഞ്. അതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. രണ്ടിടം കഴി മഞ്ഞ്. പിന്നെ തൊട്ടപ്പൻ ഡി. തൊട്ടപ്പൻ ആരുതാണ്? ഫ്രാൻസിസ് നൊറോണ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു എഴുത്തുകാരൻ, കുറച്ചു കാലമായിട്ട് മലയാളത്തിൽ നല്ല കഥകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ഫ്രാൻസിസ് നൊറോണ. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥാസമാഹാരത്തിന്റെ പേരാണ് തൊട്ടപ്പൻ. ഇപ്പൊ നൊറോണന്റേതാണ് തൊട്ടപ്പൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ശബ്ദങ്ങൾ ആരുടേതായിരിക്കും? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ശബ്ദങ്ങളാണ് ശരിയുത്തരം. അതാണ് ബഷീറിന്റെ കൃതി. ഓക്കെ, ഇനി നമുക്ക് 16ാമത്തെ ചോദ്യത്തിലേക്ക് പോയി നോക്കാം. താഴെ കൊടുത്ത പുസ്തകങ്ങളിൽ ബഷീറിന്റേതല്ലാത്ത കൃതി ഏത്? അവിടെ കുറച്ച് പുസ്തകങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതോ ഒന്ന് ബഷീറിന്റേതല്ല. അത് ഏതാണ്? നേരത്തെ നമ്മൾ ചോദിച്ചത് ബഷീറിന്റേത് ഏതാണെന്നാണ്. ഇനിയുള്ള ചോദ്യം എന്താണ്? ബഷീറിന്റേത് അല്ലാത്ത കൃതി ഏതാണെന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബഷീറിന്റേതും ബഷീറിന്റേതല്ലാത്ത കൃതികളൊക്കെ ആരുതാണെന്നൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉത്തരം പല ആൾക്കാരും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരാ? സി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഉത്തരം ഇങ്ങനെ വരുന്നുണ്ടല്ലോ. നോക്കാം, നമ്മൾ ഒന്ന് വായിച്ചു നോക്കാം ആദ്യം. ഓപ്ഷൻ എ എന്താണ്? ബാല്യകാല സഖി. 2 പാത്തുമ്മയുടെ ആട്. 3 ആനപ്പൂട. പിന്നെ 4ാമത് ഖസാക്കിന്റെ ഇതിഹാസം. ഇതിൽ ഏതാണ്? ബഷീറിനത് അല്ലാത്തതെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പല ഓപ്ഷനും കൊടുക്കണ്ടല്ലോ. ആ ബഷീറിനത് അല്ലാത്ത പുസ്തകം ആരാ എഴുതിയതാന്ന് ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഞാനത് നോക്കട്ടെ. ആരെങ്കിലും ആ പുസ്തകത്തിന്റെ രചയിതാവിന്റെ പേര്. ഇപ്പം ബാല്യകാല സഖി ആണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ അത് ആരാണ് എഴുതിയെന്നുള്ളത് എഴുതണം. ഇവിടെ അത് ആരോ ഒരാള് OV ഇട്ടിക്കണ്. ഉമ്മാച്ചു. ONV. OV വിജയൻ. മഞ്ഞ് ആരുടേതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, OV വിജയൻ നല്ല കുട്ടികള്. അപ്പൊ നമ്മളെന്നാ ശരി ഉത്തരത്തിലേക്ക് പോയി നോക്കാം. ഓപ്ഷൻ ഡി ആണ്, ഖസാക്കിന്റെ ഇതിഹാസമാണ്. മലയാളത്തിലെ ഇതിഹാസമായ നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം അല്ലെ? കുട്ടികൾ എന്തായാലും ചിലപ്പോ ഈ 7ാം ക്ലാസ് എന്നൊക്കെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവോ എന്താ നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ആവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വായിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഇപ്പോഴും വായിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അതെടുത്ത് വായിച്ചു നോക്കുക. മലയാളത്തിലെ നോവലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇതിഹാസം തന്നെ പറയപ്പെടാൻ പറ്റിയ നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. OV വിജയനാണ് അത് എഴുതിയിട്ടുള്ളത് കേട്ടോ. പാലക്കാട് ജില്ലയിലെ തസ്രാക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അദ്ദേഹം കുറച്ചു കാലം താമസിച്ചിരുന്നു. അപ്പൊ ആ സ്ഥലത്തെ പറ്റി, ആ സ്ഥലത്തിന് തസ്രാക്ക് എന്നാണ് ശരിക്കുള്ള പേര്. അത് നോവലാക്കിയപ്പോൾ ഖസാക്ക് എന്ന് പറഞ്ഞിട്ട്, ഖസാക്ക് ആ നാടിനെ പറ്റിയും ആ നാട്ടിലെ ആളുകളെ കുറിച്ചും അദ്ദേഹം എഴുതിയ നോവലിന്റെ പേരാണ് ഖസാക്കിന്റെ ഇതിഹാസം. ആ അപ്പൊ എന്നാ നമ്മൾ ആ പുസ്തകങ്ങളുടെ പേരൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. നേരത്തെ ആരോ കമന്റിൽ ചോദിച്ചു മഞ്ഞ് ആരുടേതാണ്? മഞ്ഞ് MT വാസുദേവൻ നായരുടെ ചെറിയൊരു നോവലാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണേ. ഇപ്പൊ നമ്മള് ഈ പുസ്തകങ്ങൾ ആരുതാ? ബാല്യകാല സഖി ബഷീറിന്റേതാണ് അല്ലെ? പാത്തുമ്മയുടെ ആട് ബഷീറിന്റേതാണ്. ആനപ്പൂട ബഷീറിന്റേതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഖസാക്കിന്റെ ഇതിഹാസം ബഷീറിന്റേതല്ല, അത് എന്റേതാണ്. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ നമ്പർ 1 നോവൽ ഏതാന്ന് ചോദിച്ചാൽ പല ആളുകളുടെയും ഉത്തരാണ് ഖസാക്കിന്റെ ഇതിഹാസമാണ് എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് അത്രയും പ്രശസ്തമായ, അത്രയും പ്രാധാന്യമുള്ള നോവലാണ്. അതുകൊണ്ട് വാങ്ങി വായിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു നോവലാണ്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. നിങ്ങൾ മലയാളത്തിന്റെ മേഖലയിൽ മലയാള സാഹിത്യത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒക്കെ തീർച്ചയായിട്ടും ഖസാക്കിന്റെ ഇതിഹാസം നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം. 17ാമത്തെ ചോദ്യം പാഠഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. ഞാന് ട്രൗസറിന്റെ ബട്ടൺ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. അപ്പോൾ ബഷീറിനോടല്ലേ ഡ്രസ്സ് അഴിക്കാൻ പറഞ്ഞല്ലോ, പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോ. അപ്പോൾ ഘനത്തോടെയുള്ള ഒരു ശബ്ദം, വലിയൊരു ഒച്ച കേട്ടു. എന്താണ്? നിൽക്കൂ, ഞാൻ പണം തരാം എന്ന് ബാക്കിന്ന് ഹോട്ടലിൽ നിന്ന് ഒരാൾ. നിൽക്കൂ, ഞാൻ പണം തരാം. ഇതുവരെ ഉള്ള ഭയങ്കര ഒച്ചയിൽ ഒരാൾ ബാക്കിന്ന് നിൽക്കൂ, ഞാൻ പൈസ തരാം, അയാളെ ട്രൗസർ അയപ്പിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ബഷീർ ആ ഒച്ച കേൾക്കുകയാണ്. ബഷീർ ഇങ്ങനെ കുപ്പായവും പാന്റും ഒക്കെ അയച്ചു കഴിഞ്ഞ് ട്രൗസർ അയക്കാൻ നിൽക്കുകയാണ്. ആ കടയിലെ മുതലാളി പറഞ്ഞ് ട്രൗസർ അയക്കുന്ന് പറഞ്ഞു. പൂർണ്ണ നഗ്നനാവാൻ പോവാണ്. ഒരു വസ്ത്രവും ഇല്ലാതെ ഈ ഹോട്ടലിൽ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ നഗ്നനായിട്ട് വളരെ അപമാനിതനായിട്ട് നിൽക്കാൻ പോവാണ്.
ആ സമയത്താണ് പെട്ടെന്ന് ഒരാൾ ബാക്കിൽ നിന്ന് നിൽക്കൂ, നിങ്ങൾ അയക്കണ്ട, പൈസ ഞാൻ കൊടുത്തോളാം, ഞാൻ സഹായിച്ചോളാം എന്ന് പറയുന്നത്. അപ്പൊ ആ സന്ദർഭത്തിന് യോജിച്ച ഒരു പ്രയോഗം താഴെ കൊടുത്തിട്ടുണ്ട്. ആ സന്ദർഭത്തില് ആ സാഹചര്യത്തിൽ പെട്ടെന്ന് അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പം എന്തായിരിക്കും ബഷീറിന് തോന്നിയിട്ടുണ്ടാവുക? നോക്കൂ. ഒന്ന്, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു. ഈ ഒന്നാമത് അയാൾക്ക് ഇടിവെട്ട് കൊണ്ടുകണ്. അതിന്റെ മേലെ കൂടെ പാമ്പ് വന്ന് കടിച്ചു. ഇതാണോ ആ സന്ദർഭത്തിന് യോജിച്ച വാക്ക്? അതല്ല. ചെകുത്താനും കടലിനും നടുക്ക്. ആ ഹോട്ടൽ മുതലാളി ചെകുത്താൻ, പിന്നെ ഈ പൈസ തരാന്ന് പറഞ്ഞ ആള് കടല്. അപ്പൊ ചെകുത്താനും കടലിന്റെ നടുവിൽ ആകെ അങ്ങോട്ടും പോകാൻ പറ്റൂല, അങ്ങോട്ടും പോകാൻ പറ്റൂല, അങ്ങനെ കുടുങ്ങി കിടക്കുകയാണോ? അതല്ല. നട്ടുച്ചക്ക് കുളിർമഴ പെയ്യുക. നല്ല വെയിലുള്ള നട്ടുച്ചയാണ്. ആ സമയത്തുണ്ട് നല്ലൊരു ഒരു കുളിർമഴ ഇങ്ങനെ പെയ്യണ്. ആ ഒരു അവസ്ഥയാണോ ഉള്ളത്? അതല്ല. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, എടങ്ങേറായി കിടക്കുകയാണ്. നല്ല കയ്പുണ്ട്. അപ്പൊ അത് ഇറക്കാൻ പറ്റണില്ല. ആ മധുരണ്ട്. അതുകൊണ്ട് തുപ്പാനും പറ്റണില്ല. തുപ്പാൻ തോന്നണില്ല. മനസ്സിലായോ? അങ്ങനെയാണ്ട് കുടുങ്ങി കിടക്കുകയാണോ? എടങ്ങേറായിക്കാണോ? ഇതിലേതാണ് ഈ പ്രയോഗത്തോട് യോജിച്ച ഇത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് നിങ്ങളെ അഭിപ്രായം എന്താ? കുറെ ആൾക്കാർ ഇതാ സി 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 എന്നൊക്കെ പറയണം. ആയിക്കോട്ടെ, നമുക്ക് എന്നാ നിങ്ങൾ പറഞ്ഞതാണോ ശരി? അല്ല ഇനി വേറെ ഏതെങ്കിലും ശരി ഉത്തരം ഉണ്ടോ എന്ന് പോയി നോക്കാം. ഉറപ്പാണ് അല്ലെ? നട്ടുച്ചക്ക് കുളിർമഴ പെയ്യ. ബഷീർ ആകെ ഒരു വെയിലത്ത് നിൽക്കണ മാതിരിയാണല്ലേ? ഇടയ്ക്കിടായി നിൽക്കുന്ന സമയത്താണ് കുളിർമഴ പെയ്യണത് പോലെയാണ് അദ്ദേഹത്തിന്റെ ആ ഘനമുള്ള വാക്ക് ബഷീർ കേട്ടത് അല്ലെ? നട്ടുച്ചക്ക് കുളിർമഴ പെയ്യുന്നത് പോലെയാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം. 18ാമത്തെ ചോദ്യം എന്താണ്? ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? ഒന്ന്, പുരത്തിൽ കുഞ്ഞബ്ദുള്ള. രണ്ട്, പി പത്മനാഭൻ. മൂന്ന്, സി വി ബാലകൃഷ്ണൻ. നാല്, ബഷീർ, അതായത് വൈക്കം മുഹമ്മദ് ബഷീർ. ഇതിൽ ആരുടേതാണ് ഈ പുസ്തകം? ഡി 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 കുറെ ഡി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാരും ഡി ആണ്. ബഷീറിനെ പറ്റിയുള്ള പാടാണ്. അപ്പൊ എന്തായാലും ചോദ്യം ബഷീറിനെ പറ്റിയായിരിക്കും എന്നാണ് പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവുക അല്ലെ? അങ്ങനെയൊന്നുമല്ല സാറേ, ഒന്ന് പോ സാറേ, ഞങ്ങൾക്ക് ഉത്തരം അറിയാം. അങ്ങനെയാണോ? ഒന്ന് നോക്കാം. ആര് പറഞ്ഞാ ശരി നോക്കാം. ബഷീർ അല്ലെ? അപ്പൊ ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും. അല്ല സാറേ, അപ്പോ ബഷീറിന്റെ എല്ലാ പുസ്തകവും ആത്മകഥാപരമാണല്ലോ? ആത്മകഥ രൂപത്തിൽ തന്നെയല്ലേ? ആണ്. ബഷീറിന്റെ എല്ലാ കഥയും എല്ലാ നോവലും ഇതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥകളാണ് ട്ടോ. അപ്പൊ ഓർമ്മയുടെ അറകൾ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം വേറെ തന്നെ ഒരു ആത്മകഥാ രൂപത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം. അപ്പൊ ബാല്യകാലസഖിയാണെങ്കിലും ബഷീറിന്റെ ഓർമ്മയാണ്. പാത്തുമ്മയുടെ ആടും ബഷീറിന്റെ ആത്മകഥ തന്നെയാണ്. എല്ലാ ശബ്ദങ്ങളിലും ബഷീറിന്റെ ആത്മകഥ തന്നെയാണ്. മതിലുകള് ബഷീറിന്റെ ആത്മകഥയാണ്. അങ്ങനെ നോക്കുമ്പോ ബഷീർ എഴുതിയ പുസ്തകങ്ങൾ മുഴുവൻ അദ്ദേഹം തന്നെ കഥാപാത്രമായിട്ടുള്ള പുസ്തകങ്ങളാണല്ലോ. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥ തന്നെയാണ് എല്ലാം. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ പേര് കൊടുത്തിട്ട് ഇത് ആരുടെ ആത്മകഥയെന്ന് ചോദിക്കുമ്പോ ബഷീർ എഴുതിയ പുസ്തകമാണ്, അതുകൊണ്ട് ബഷീറിന്റെ ആത്മകഥയാണ് ഉണ്ടാ. ഓക്കെ, ഫൈൻ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം. ഡീന്റെ സംസ്ഥാന സമ്മേളനമാണ് ഈ ചോദ്യത്തിന് അല്ലെ? അടുത്ത ചോദ്യം. ബഷീറിന്റെ ഈ പാഠത്തെ കുറിച്ച് ഒരു മനുഷ്യൻ എന്നുള്ള പാഠത്തിലുള്ള ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് മാക്സിമം വരാനുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കണം അല്ലെ? നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പീച്ച് പൂന്തോട്ടം, അക്കിര കുറസോവന്റെ ഡ്രീംസ് എന്ന് പറഞ്ഞ സിനിമ അല്ലെ? ലോക പ്രശസ്തമായ സിനിമയാണ് ഡ്രീംസ് കേട്ടാ. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്കൂളിൽ നിങ്ങളുടെ അധ്യാപകർ കാണിച്ചു തന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കണത്. ഇല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ഞങ്ങളെ സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ പറയാം, സാറേ ഞങ്ങൾക്ക് ഡ്രീംസ് കാണിച്ചു തരണം എന്ന് പറയാം കേട്ടാ. എന്നിട്ട് നാളെ സ്കൂളിൽ നിന്ന് വളരെ അടുത്ത മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പീരീഡിൽ അത് കാണാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ കാണും. കണ്ടിട്ടുണ്ടാവും, എല്ലാ സ്കൂളിലും അത് കാണിച്ചിട്ടുണ്ടാവും അല്ലെ? കാണിച്ചില്ലേ? ആ അപ്പോ നോക്കാം. പീച്ച് പൂന്തോട്ടം, അക്കിര കുറസോവ. ആ പേര് അല്ലെ, നല്ല രസമുള്ള ഒരു പേരല്ലേ? അക്കിര കുറസോവ, പീച്ച് പൂന്തോട്ടം. ആ അപ്പൊ അക്കിര കുറസോവ പേര് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ ഈ ഒരു ഭാഗത്ത് വരാണ്ടാവുക. അപ്പം അത് നല്ല ഓർമ്മയിൽ വെക്കാം കേട്ടോ. ഈ ബീച്ച് പൂന്തോട്ടം ആരാ തെർജമ ചെയ്ത് നിങ്ങൾക്ക് ഇത് മലയാളത്തിലാക്കി തന്നത് ആരാന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് ആരോ കാണിച്ചിട്ടില്ല എന്നൊക്കെ പറയണ, ഈ സിനിമ ഇതുവരെ കാണിച്ചിട്ടില്ലേ? അയവ ആദില, കേട്ടില്ല. ആദില, നദീം നൗഷാദ്. വെരി ഗുഡ്. വളരെ സന്തോഷം തോന്നി ആ ഉത്തരം കണ്ടിട്ട്. വേറെ ആൾക്കാര്
പിന്നെന്താ ഹൈഫ, പിന്നെ ആരാ അമൽ പേരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ആഫിയ, ഒരുപാട് ആൾക്കാർ. ഏതായാലും എല്ലാവർക്കും വളരെ സന്തോഷമാണ് കേട്ടോ നിങ്ങൾ ആ ഉത്തരവേദിയിൽ. സാധാരണ നമ്മള് കഥ എഴുതിയ അല്ലെങ്കിൽ കവിത എഴുതിയ ആളുകളുടെ, നോവലൊക്കെ എഴുതിയ ആളുകളുടെ പേര് മാത്രമേ പഠിക്കുള്ളൂ. ഇത് അക്കിര കുറസോവന്റെ പീച്ച് പൂന്തോട്ടം എന്നുള്ള സിനിമന്റെ മലയാള തെർജമ, അതിന്റെ തിരക്കഥ തെർജമ ചെയ്ത ആളുടെ പേര് വരെ നിങ്ങൾ ഓർത്തു വെച്ചല്ലോ. വളരെ സന്തോഷം. ഒരുപാട് ആൾക്കാർ, നദീം നൗഷാദ്, ഞാൻ എല്ലാരും പേര് വായിക്കണില്ല, അതുകൊണ്ട് ട്ടോ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. പ്ലീസ് നിങ്ങളൊന്നും വിചാരിക്കരുത് ട്ടോ. അപ്പൊ നമുക്ക് നാളെ പീച്ച് പൂന്തോട്ടത്തെ കുറിച്ചും അക്കിര കുറസോവനെ കുറിച്ചൊക്കെ ഉള്ള സ്ലൈഡിലേക്ക് മുന്നോട്ട് പോവാം. ഇതാണ് അക്കിര കുറസോവ. 1950 മുതൽ ഏകദേശം ഒരു 50ന്റെ ഒരു സമയം മുതൽ 1990 വരെയൊക്കെ വളരെ എന്താ പറയാ, എനർജറ്റിക് ആയിട്ട്, വളരെ ലൈവ് ആയിട്ട് ഒരുപാട് സിനിമകളും ഷോർട്ട് ഫിലിമുകള്, സീരിയലുകളൊക്കെ ചെയ്തിരുന്ന, സീരീസുകളൊക്കെ ചെയ്തിരുന്ന ലോക പ്രശസ്തനായിട്ടുള്ള മനുഷ്യനാണ് അക്കിര കുറസോവ. ഇനി അദ്ദേഹത്തെ കുറിച്ച് എന്താണ്? ലോക പ്രശസ്തനായ ജാപ്പനീസ് എന്ന് പറഞ്ഞാൽ ജപ്പാൻകാരനായ സംവിധായകനും തിരക്കഥാകൃത്തും സിനിമാ താരവും ആയിരുന്നു അദ്ദേഹം. ആ, പിന്നെ തന്റെ വിഖ്യാതമായ സിനിമകൾ കൊണ്ട് അദ്ദേഹം ലോക ശ്രദ്ധയാകർഷിച്ച മഹാനായി മാറി. അദ്ദേഹം ഒരു വലിയ മഹാനായിട്ട് മാറി. ഒരുപാട് അദ്ദേഹത്തിന്റെ സിനിമകൾ മുഴുവൻ, സെവൻ സാമുറായി, റാഷാമോൺ, പിന്നെ ഡ്രീംസ് പോലത്തെ ഒരുപാട് സിനിമകളുണ്ട് അദ്ദേഹത്തിന്റെ. ഇതൊക്കെ ലോക പ്രശസ്തമായ സിനിമകളാണ്. സിനിമയെ കുറിച്ച് പഠിക്കുന്ന ആളുകള് തീർച്ചയായിട്ടും കണ്ട് പഠിക്കുന്ന സിനിമകളാണ്, അല്ലെങ്കിൽ പഠിക്കേണ്ട സിനിമകളാണ് റാഷാമോണും പിന്നെ ഡ്രീംസും സെവൻ സാമുറായും ഒക്കെ. ആ ഇനി നോക്കൂ, അടുത്ത എന്താണ്? ദൃശ്യഭാഷയിലെ ഷേക്സ്പിയർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ദൃശ്യഭാഷ എന്ന് പറഞ്ഞാല് സിനിമ, ഈ നമ്മൾ കാണുന്ന കാഴ്ച. ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ, നമ്മൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? ദൃശ്യഭാഷയിലൂടെയാണ്. ഇങ്ങനെ നിങ്ങൾ സ്ക്രീനിലൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് കത്ത് എഴുതുകയല്ല, നിങ്ങൾ എനിക്കും കത്ത് എഴുതിയിട്ടൊന്നുമല്ല, ഫോൺ വിളിച്ചിട്ടൊന്നുമല്ല, അല്ലെ? അപ്പൊ ഈ ദൃശ്യഭാഷയുടെ അതിലെ ഷേക്സ്പിയർ ആണ്. ഷേക്സ്പിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക പ്രശസ്തനായ എഴുത്തുകാരനാണ് ഷേക്സ്പിയർ. അപ്പൊ സിനിമയുടെ മേഖലയിൽ ഒരു ഷേക്സ്പിയറിനെ പോലെ പ്രശസ്തനായ വ്യക്തിയാണ് ആര്? അക്കിര കുറസോവ. ഈ ഇപ്പൊ പറഞ്ഞ ഈ പോയിന്റ് വളരെ പ്രധാനമായിട്ടാ, അത് ചോദ്യത്തിൽ വരുന്നതാണ്. അടുത്തെന്താ? ഡ്രീംസ്, സെവൻ സാമുറായി, റാഷാമോൻ. ഇവിടെ റാഷാമോൻ, മോനെ എന്നുള്ള, നമ്മൾ മലയാളത്തിലെ മോനെ എന്ന് വിളിക്കണം, അങ്ങനെ വന്നിട്ടുള്ളത്. അത് അങ്ങനെ എഴുതാറുണ്ട്, അല്ലെങ്കിൽ ന്നിട്ടിട്ടും എഴുതും ട്ടോ. മോൺ, റാഷാമോൺ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങളാണ്. ഇനി വേറെന്താ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്? നോക്കൂ, 1998 സെപ്റ്റംബർ 6-നാണ് അദ്ദേഹം അന്തരിക്കുന്നത് കേട്ടോ. 98-ലാണ്. ഈ നൂറ്റാണ്ട്, കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന സമയത്താണ് അദ്ദേഹം അന്തരിച്ചത്. നമുക്ക് മുന്നോട്ട് പോവാം അല്ലെ? നമ്മുടെ സമയം തീരാൻ പോവാണ്, അതുകൊണ്ട് ഒന്ന് ഫാസ്റ്റ് ആക്കണ്ട കേട്ടോ. നോക്കൂ, 19ാമത്തെ ചോദ്യം എന്താ? കൂട്ടത്തിൽ പെടാത്തത് ഏത്? 4 പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്നാണ് ചോദ്യം. അക്കിര കുറസോവ, ഡ്രീംസ്, പീച്ച് പൂന്തോട്ടം. ഇത് അല്ലെ, നിങ്ങൾക്ക് ഒരു തമാശയായി തോന്നുന്നുണ്ടോ? ഇതിലിപ്പോ എന്താ സാറപ്പ ഈ ചോദിക്കാനുള്ളത് എന്നൊക്കെ? ഏ ഇത് എത്ര സിമ്പിളായ ചോദ്യമാണെന്നൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവുക. ബൈസിക്കിൾ തീവ്സ്. ഡി എന്താണ്? ബൈസിക്കിൾ തീവ്സ്. ഓക്കെ. അപ്പൊ ഇതിൽ ഏതാണ് ശരി ഉത്തരം? ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? നോക്കൂ, ഓപ്ഷൻ ഡി, ബൈസിക്കിൾ തീവ്സ്. കാരണം അക്കിര കുറസോവ ഒന്നാമത്തത്, അതുമായിട്ട് ആ കൂട്ടത്തിൽ പെട്ടതിനാണ്. അദ്ദേഹത്തിന്റെ സിനിമയാണ് ഡ്രീംസ്. ഇതുപോലെ പീച്ച് പൂന്തോട്ടം അദ്ദേഹത്തിന്റെ ഡ്രീംസ് എന്നുള്ള സിനിമയിൽ, ആ സീരീസിൽ പെട്ട ഒരു പോർഷൻ ആണ്, ഒരു ഭാഗമാണ്. അപ്പൊ അതൊന്നും അല്ലാത്ത മറ്റൊരു ലോക പ്രശസ്തമായ വേറൊരാളുടെ സിനിമയാണ് ഏത്? ബൈസിക്കിൾ തീവ്സ് കേട്ടോ. മറ്റൊരു സിനിമയാണ്. അടുത്ത 20ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദൃശ്യഭാഷയുടെ ഷേക്സ്പിയർ. നമ്മൾ നേരത്തെ ആ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു, ദൃശ്യഭാഷയുടെ ഷേക്സ്പിയർ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഞാൻ ഈ ചോദ്യം വായിച്ചു തീർന്നതിന് മുമ്പ് നിങ്ങളുടെ ഉത്തരങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? നോക്കൂ, എന്തൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ജി അരവിന്ദൻ. ജി അരവിന്ദൻ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ വാസ്തുഹാര ഒക്കെ പോലത്തെ സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തിയാണ് കേട്ടോ. രണ്ടാമത്തത് അക്കിര കുറസോവ. 3 അടൂർ ഗോപാലകൃഷ്ണൻ. അടൂരിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, വളരെ പ്രശസ്തമായിട്ടുള്ള സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ 4 എം എ റഹ്മാൻ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള ബഷീർ ദ മാൻ എന്നൊക്കെ പറയണ, പിന്നെ എംപിനെ കുറിച്ചുള്ള കുമരനെല്ലൂരിലെ കുളങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്ററി,
അങ്ങനെ ഒരുപാട് ഡോക്യുമെന്ററികളൊക്കെ ചെയ്ത ആളാണ് MA റഹ്മാൻ. അപ്പം ദൃശ്യഭാഷയിലെ ഷേക്സ്പിയർ MA റഹ്മാൻ മാഷാണോ, അടൂർ ഗോപാലകൃഷ്ണനാണോ, അക്കിര കുറസോവയാണോ, ജി അരവിന്ദനാണോ? നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ആരാണ്? വിത്തൗട്ട് എനി ഡൗട്ട്, ഒരു സംശയമില്ല, അക്കിര കുറസോവ അല്ലെ. ഇനി അടുത്ത 21ാമത്തെ ചോദ്യം എന്താണ്? പീച്ച് പൂന്തോട്ടം ഏത് സിനിമയിലെ ഭാഗമാണ്? അതും നിങ്ങളെ പാഠത്തിൽ പ്രത്യേകം വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പീച്ച് പൂന്തോട്ടം ഏത് പാഠത്തിലെ അല്ല ഏത് സിനിമയിലെ ചെറിയ ഒരു ഭാഗമാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഏതാണ്? ഓപ്ഷൻ എ സെവൻ സാമുറായി ആണ്. ഇനി ചോദ്യം കംപ്ലീറ്റ് ആക്കാൻ അയക്കണില്ല. അപ്പോത്തിന് ഇവിടെ കമന്റിൽ ഉത്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടികളൊക്കെ നിങ്ങളെല്ലാവരും USS നേടും എന്നാണ് ഞാൻ എന്റെ മനസ്സിനോട് പറയണത്. കാരണം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ചോദിക്കുന്ന ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ ഉത്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഉഷാറാവട്ടെ. ഉത്തരങ്ങൾ വായിച്ചു നോക്കാം. സെവൻ സാമുറായി, ഡ്രീംസ്, റാഷാമോൺ, നൻപകൽ നേരത്ത് മയക്കം. ഇതിലേതാണ്? അല്ലെ, സ്വാഭാവികമായിട്ടും പീച്ച് പൂന്തോട്ടം എവിടുന്നാ വരുന്നത്? ഡ്രീംസ്. ഓപ്ഷൻ ബി ഡ്രീംസ് ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. സൂചനകളിൽ നിന്നും ആളെ തിരിച്ചറിയുക. കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് തിരിച്ചറിയാം. സാധാരണ ഉണ്ടാവുന്ന ഒരു മോഡൽ ചോദ്യം. നൂറ്റാണ്ടിലെ ഏഷ്യക്കാരൻ. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏഷ്യക്കാരൻ എന്നുള്ള ബഹുമതി അദ്ദേഹത്തിനായിരുന്നു. പിന്നെ ദൃശ്യഭാഷയുടെ ഷേക്സ്പിയർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഡ്രീംസ് എന്ന സിനിമയുടെ സംവിധായകനാണ്. ഇതിന്റെയും ഉത്തരം ഞാൻ ഇങ്ങനെ സസ്പെൻസ് ആക്കി വെക്കേണ്ട ഒരു കാര്യമില്ല. സത്യജിത്രയാണോ, AR റഹ്മാനാണോ, അക്കിര കുറസോവയാണോ, മമ്മൂട്ടിയാണോ? ആരാണ് ഉത്തരം? സി കിര കുറസോവ. അടുത്ത 23ാമത്തെ ചോദ്യം. സിനിമയുമായി ബന്ധപ്പെട്ട പാഠമായതുകൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ജനറൽ നോളജ് ആണ്, നിങ്ങളെ പാഠത്തിൽ ഉണ്ടാവില്ല. എന്താണ് ചോദ്യം? മലയാളത്തിൽ ആദ്യത്തെ ചലച്ചിത്രം ഏതാണ്? ഏതാ മലയാളത്തിലെ ആദ്യത്തെ സിനിമ? നോക്കൂ, ഓപ്ഷൻ എ. അത് നിങ്ങൾ എല്ലാവരും ജനറൽ നോളജ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരം കമന്റ് വളരെ പ്രധാനമാണ്. ഏതൊക്കെയാണ്? ഒന്ന് എ ബാലൻ, ബി മാർത്താണ്ഡവർമ്മ, സി ജീവിത നൗക, ഡി വിഗതകുമാരൻ. ഏതാണ്? കുറെ ആൾക്കാര് ഡി 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 എന്നൊക്കെ അയക്കുന്നുണ്ട്. നോക്കാം, ശരി ഉത്തരത്തിലേക്ക് പോയി നോക്കാം. ഡി വിഗതകുമാരനാണ് എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവാൻ വേണ്ടി, നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. 1928 വിഗതകുമാരൻ എന്നുള്ള സിനിമ റിലീസായത്. അത് സംവിധാനം ചെയ്തതും പിന്നെ അതില് അഭിനയിച്ചതും അതിന്റെ തിരക്കഥ എഴുതിയതും അതിലെ പ്രധാന നടനും അതിന്റെ പ്രൊഡ്യൂസറും ഒക്കെ ആരാണ്? JC ഡാനിയേൽ ആണ്. JC ഡാനിയലിന്റെ പേരിലാണ് സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു അവാർഡ്, JC ഡാനിയൽ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു അവാർഡൊക്കെ കൊടുക്കാറുണ്ട്. ആ പേര് ഓർമ്മ ഉണ്ടാവണം, JC ഡാനിയൽ. അടുത്ത ചോദ്യം നോക്കൂ. 2023 മികച്ച, ഈ കഴിഞ്ഞ അവസാനത്തെ അവാർഡ് 23 മികച്ച സിനിമക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സിനിമ ഏത്? 2023 ഏറ്റവും മികച്ച സിനിമക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ സിനിമ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യൂ. നോക്കൂ ഏതൊക്കെയാണ്. എന്നാ താൻ കേസ് കോഡ് നിങ്ങളൊക്കെ കണ്ട സിനിമ ആയിരിക്കും. നൻപകൽ നേരത്ത് മയക്കം, സി ഇലവഴിയ പൂഞ്ചിറ, ഡി കല്ലുമാല. ഏതാണ് ശരി ഉത്തരം? നോക്കാം, നമുക്ക് സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് പോയി നോക്കാം. ഉത്തരം ആൻസർ ബി ആണ്. മമ്മൂട്ടിന്റെ സിനിമയായിരുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന ആളാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. നൻപകൽ നേരത്ത് മയക്കം എന്ന ഈ സിനിമയ്ക്കാണ് ആ അവാർഡ് കിട്ടിയത്. ഓക്കെ, എന്നാ അവസാനിപ്പിക്കല്ലേ. അപ്പൊ ഇന്നത്തെ ക്ലാസ്, നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 8 മണിയായി. ഇനി വേറെയും ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു ചോദ്യം അതിന്റെ ഉത്തരം വെറുതെ അങ്ങ് കാണാൻ പഠിച്ചു പോവുകയല്ല. സൂക്ഷ്മമായിട്ട് സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണോ ആ USSന്റെ ചോദ്യം വരുന്ന സമയത്ത് ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരം വരുന്ന രീതിയിൽ നിങ്ങൾ ഇത് എഴുതി വെക്കുകയും രേഖപ്പെടുത്തി വെക്കുകയും കാണാതെ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് വളരെ താല്പര്യത്തോടു കൂടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും USS പരീക്ഷയെ നേരിടുക. ഒരു പേടി ബേജാറൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടെ ഈ പരീക്ഷയ്ക്ക് മുന്നിട്ട് വരിക. എല്ലാവർക്കും വീണ്ടും 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 ആവർത്തിച്ച് പറയാണ്, ഞാൻ സ്കൂളിന് വേണ്ടിയിട്ടും വ്യക്തിപരമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷത്തെ USS ഇതിലെ വിജയം ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ബൈ.